ഒക്ടോബർ 12 കത്തോലിക്ക സഭയ്ക്കും കേരളത്തിലെ പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ യുവജനങ്ങൾക്കും ഒരു ഹരമുള്ള ഒരു ദിവസമാണ്. ആ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ തിരുസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ കാർലോ അക്വിറ്റീസിന്റെ തിരുനാളായിട്ട് തിരുസഭ കൊണ്ടാടുന്ന ഒരു ദിനമാണ്. അതിന്റെ കുറച്ച് വിശദാംശങ്ങളാണ് ഷെക്കേന പ്രേക്ഷകരിലേക്ക് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത്. നമുക്കറിയാവുന്നതുപോലെ സെപ്റ്റംബർ 7 വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റീസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. കൂടെ വാഴ്ത്തപ്പെട്ട പിയർ ജോർജ് ഫ്രസാത്തിയെയും കൂടി വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചിരുന്നു. നമുക്കറിയാം, ഈ രണ്ട് വിശുദ്ധരും ഇന്നത്തെ കാലഘട്ടത്തിൽ യുവത്വത്തിന്, യുവമിഥുനങ്ങൾക്ക് വളരെ പ്രതീക്ഷയുള്ള പ്രചോദനമേകുന്ന വിശുദ്ധരാണ്. ഈ വിശുദ്ധരുടെ ജീവചരിത്രത്തിലേക്ക് നമുക്ക് ഈ ദിവസം ഒന്ന് പോകാം. നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായി ഇതിനെക്കുറിച്ച് വളരെ ഗ്രാഹ്യമുള്ള ഈ വിശുദ്ധന്മാരെ കുറിച്ച്, വിശുദ്ധരുടെ മാതാപിതാക്കളെ കുറിച്ച്, വിശുദ്ധരുടെ വീടിനോട് അടുത്ത ബന്ധമുള്ള ഒരു വളരെ വിശിഷ്ട അതിഥിയെയാണ് നമുക്കിന്ന് ഷെക്കേന ന്യൂസിൽ പ്രേക്ഷകർക്കായിട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഫാദർ എഫ്രൈം കുന്നപ്പള്ളിയാണ്. കാർലോ മരിച്ചത് 2006 2007 തന്നെ ഹൈവേ ടു ഹെവൻ ഇപ്പോൾ അത് 28 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് ഏകദേശം 48 ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞൊരു ബുക്കാണ്. അപ്പോൾ അത്ര വലിയൊരു മഹത് വ്യക്തിത്വത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ കാർലയെ കുറിച്ച് കുറച്ചും കൂടിയും, അതുപോലെ തന്നെ പിയർ ജോർജ് ഫ്രസാത്തിയെ കുറിച്ച് കുറച്ചുകൂടിയും ആഴത്തിൽ നമുക്കറിയാൻ, അതിനെക്കുറിച്ചുള്ള ഇനി വരുന്ന കാലഘട്ടത്തിലേക്ക് അതിന്റെ കുറച്ച് വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നു വരുവാൻ വേണ്ടി നമ്മുടെ മുമ്പിലായിരിക്കുന്നത് ഫാദർ എഫ്രൈം കുന്നപ്പള്ളിയാണ്. അച്ഛാ, തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പേ ഈ ആമസോണിലൊക്കെ നോക്കിപ്പോയായിരുന്നു. അപ്പോൾ അതിൽ ഒരു ബുക്ക് കണ്ടെത്തി, അതായത് ഹൈവേ ടു ഹെവൻ. അപ്പൊ അതിന്റെ ഓർഡർ കിട്ടിയിരിക്കുന്നത് നമ്മുടെ അച്ഛനാണ്, ഫാദർ എഫ്രൈം കുന്നപ്പള്ളി. അപ്പോൾ എന്തുകൊണ്ടാണ് 2007 തന്നെ ഇതുപോലെ ഒരു ബുക്ക് എഴുതുവാനുണ്ടായ പ്രചോദനം? മാത്രമല്ല, എങ്ങനെയാണ് ഇത്ര വളരെ ചെറുപ്പത്തിൽ തന്നെ, ഒരുപക്ഷെ സെമിനാരി ചേരുന്നതിന് മുമ്പായിരിക്കാം അല്ലെ, എങ്ങനെയാണ് ഈ കാർലയെ കുറിച്ച് ഇത്ര അറിയാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ സാധ്യത ഉണ്ടായത്? കാരണം 2003 കത്തോലിക്ക സഭയിൽ ഒരു വാഴ്ത്തപ്പെട്ടവന് തിരുസഭ മാതാവ് ജന്മം നൽകി. അദ്ദേഹത്തിന്റെ പേരാണ് ആൽബർട്ടോ മാർവലി. റിമിനി ഡയസിസിലെ ഒരു അൽമായനായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി ബീത് എന്ന് പറഞ്ഞ ഒരു സഹോദരിയാണ് കാർലോയുടെ അമ്മയെ എന്നെ പരിചയപ്പെടുത്തുന്നത്. ആ കാർലോയുടെ അമ്മയെ പരിചയപ്പെടുത്തുമ്പോൾ കാർലോ നഷ്ടപ്പെട്ട ആ ദുഃഖത്തിലായിരുന്നു കാർലോയുടെ അമ്മ. അപ്പോൾ ആ മകന്റെ വിയോഗത്തിൽ ദുഃഖാർത്തരായ അമ്മേനെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ആ സഹോദരി പറഞ്ഞു, അവർക്കൊരു ആശ്വാസമാകും ഇപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ. കാരണം അവർക്കൊരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ആ മകൻ ഇല്ലാതായപ്പോൾ ആ അമ്മ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ ആൽബർട്ടോ മാർവലിയുടെ സഹോദരിയാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. പിന്നീട് സ്കൈപ്പിലൂടെ ഒരു വർഷം 2007 തുടങ്ങി 2008 പകുതിയാകുന്നോളം ഞാൻ കാർലോയുടെ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുകയും കാർലോയുടെ അമ്മ കാർലോയെ പറ്റി പല തവണയും എന്നോട് എടുത്ത് പറയാൻ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇതൊരു അസാധാരണ വ്യക്തിത്വമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇത് ലോകത്തിന് മറച്ചു വെക്കേണ്ട ഒരു ജീവചരിത്രമല്ല ഇദ്ദേഹത്തിന്റെ ജീവിതം എന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മ പറഞ്ഞ പല കാര്യങ്ങളും വീണ്ടും ഞാൻ റീവൈൻഡ് ചെയ്ത് ഏറ്റവും അവസാനം ഇത് എഴുതി ഞാൻ 2010 കാർലോയുടെ അമ്മയ്ക്ക് ഇതിനെ അയച്ചു കൊടുക്കുക. അവന്റെ ബർത്ത്ഡേക്ക് ഒരു സമ്മാനമായിട്ട്, അവന്റെ ബർത്ത്ഡേ മെയ് 3 2010 മെയ് 3 അമ്മയ്ക്ക് സമ്മാനമായിട്ട് ഞാൻ ഈ ജീവചരിത്രം അയച്ചു കൊടുത്തപ്പോൾ അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ഐ എം വെരി ഹാപ്പി, താങ്ക് യു സോ മച്ച് മൈ ഡിയർ ചൈൽഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സ്വന്തം മകനെ പോലെയായിരുന്നു തിരഞ്ഞെടുത്ത് ആ അമ്മ കരുതിക്കൊണ്ടിരുന്നത്. 2010 ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ അവർക്ക് ഇരട്ട കുട്ടികളുണ്ടാവുക. അതും കാർലോ അക്വിറ്റീസ് മരിച്ചു കഴിഞ്ഞാൽ പിള്ളേരുണ്ടാകില്ല എന്ന് വൈദ്യശാസ്ത്രം എഴുതിയതാണ്. ഈ കാർലോയുടെ അമ്മയ്ക്ക് ഒരിക്കലും പിള്ളേരുണ്ടാകില്ലെന്ന് വൈദ്യശാസ്ത്രം എഴുതി. അതിനെ മറികടന്നുകൊണ്ട് കാർലോ 2009 കാർലോയുടെ 4ാം ഡെത്ത് ആനിവേഴ്സറിയുടെ അന്ന് കാർലോയുടെ അമ്മയ്ക്ക് ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, 2 കുഞ്ഞുങ്ങളെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട്, ഒരു പെണ്ണിനെ ഒരു ആണിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാർലോ സ്വപ്നത്തിൽ, അമ്മ പേടിക്കേണ്ട, അടുത്ത വർഷം 2 പിള്ളേരുണ്ടാകുമെന്ന്. അപ്പോൾ 2010 മെയ് 3 ഞാൻ കാർലോയുടെ അമ്മയ്ക്ക് ഇത് സമ്മാനിച്ചു. പിന്നീട് കാർലോയുടെ അമ്മ 2010 ഒക്ടോബർ 12 കാർലോയുടെ തിരുനാളിലെന്ന് 2 ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകുകയാണ്. പിന്നീട് 2011 കാർലോയുടെ അമ്മ എന്നോട് പറഞ്ഞത് നമുക്ക് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. ഇത് അവിടെ അധികം ഇംഗ്ലീഷ് റീഡിങ് ഏരിയ അല്ലാത്തത് കൊണ്ട് എന്നോട് പറഞ്ഞു, മോനിത് പബ്ലിഷ് ചെയ്യുക. ഒത്തിരിയേറെ പബ്ലിഷ് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നീട് പൊസിഷോ, വത്തിക്കാനിൽ നാമകരണ ചടങ്ങിന് ആരംഭിക്കുമ്പോൾ പൊസിഷോ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം സബ്മിറ്റ് ചെയ്യും, നമ്മൾ ഡോക്ടറൽ തീസിസ് പോലെ. അപ്പോൾ ഈ പൊസിഷോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഞാൻ എഴുതിയ ഈ ബേസിക് ഹിസ്റ്ററിയാണ്. അപ്പോൾ അന്ന് 2011 എഴുതിയത്, 2007 എഴുതി 2011 അമ്മ അത് ഒതന്റിക്കേറ്റ് ചെയ്ത് അന്ന് പോസ്റ്റ്ലേറ്റർ ജനറൽ നാമകരണ ചടങ്ങിലേക്ക് നയിക്കപ്പെടുന്ന സമയത്ത് നിക്കോള ഗോരിയൻ, ലോസോവത്തോ റൊമാനോയുടെ ചീഫ് എഡിറ്ററിൽ ഒരാളായിരുന്നു റോമിലെ നമ്മുടെ മാർപ്പാപ്പയുടെ പത്രത്തിന്റെ. അപ്പം നിക്കോള ഗോരി എന്ന് പറഞ്ഞ അൽമായനെയാണ് പോസ്റ്റ്ലേറ്റർ ജനറൽ ആയിട്ട് വന്നത്.
അദ്ദേഹം ഇറ്റാലിയനാണ് സ്പീക്ക് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയത്തില്ല. പക്ഷെ കാർലോയുടെ അമ്മ നല്ല ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയതുകൊണ്ട് കാർലോയുടെ അമ്മ എന്നോടും ഈ നിക്കോളോ ഗോരിയോടും കൂടെ സംസാരിച്ചാണ് ആദ്യ ഗ്രന്ഥം ഇത് ഒതന്റിക്കേറ്റ് ചെയ്ത്. ഈവൻ നിക്കോളോ ഗോരിയും അത് ഒതന്റിക്കേറ്റ് ചെയ്തു ഈ ഗ്രന്ഥം. അത് 2013 അവൻ ദൈവദാസനാകുന്നത്. ദൈവദാസനായപ്പോൾ തുടങ്ങി ആ ഗ്രന്ഥം വളരെയധികം നമ്മുടെ വേൾഡ് വൈഡായിട്ട് ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങി. പക്ഷെ അന്നൊന്നും ഞാൻ ഓർത്തില്ല ഇത്രയും വൈഡായിട്ട് എനിക്ക് സർക്കുലേഷൻ ആ പുസ്തകത്തിന് ഉണ്ടാകുന്നൊന്നും. പിന്നീട് 2017 അത് വീണ്ടും റീപ്രിന്റ് ചെയ്തു. അന്ന് തന്നെ എഴുതെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കായി. 2017 വീണ്ടും റീപ്രിന്റ് ചെയ്യുന്നത്. 2019 അദ്ദേഹം ധന്യനായപ്പോൾ അന്ന് തന്നെ ആ കാലയളവിൽ തന്നെ 28 ഭാഷകളിലേക്കാണ് ലോകത്തിലെ ഇത് തർജ്ജിമ ചെയ്യപ്പെട്ടത്, ഞാൻ എഴുതിയ പുസ്തകം. അതിനുശേഷം അത് ഇപ്പം അന്ന് ആ സമയങ്ങളുടെ കണക്കനുസരിച്ച് 48 ലക്ഷത്തോളം കോപ്പികൾ. അപ്പം ആദ്യ ജീവചരിത്രകാരൻ എന്ന നിലയിൽ, ഇംഗ്ലീഷ് ജീവചരിത്രകാരൻ എന്ന നിലയിലാണ് എനിക്ക് വത്തിക്കാനിൽ ഒരു അവസരം കിട്ടിയത്. അതും കാർലോയുടെ അമ്മ തന്നെ അത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പരിശുദ്ധ പിതാവിനോടൊപ്പം സഹകാർമ്മികനാകാൻ ഒരു അവസരം നേരിടുന്നു. നമ്മൾക്കറിയാം, നമ്മൾ ഈ ഇന്ത്യയിൽ നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ സ്വീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കാർലോയുടെ അമ്മ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്നോട് വരണം എന്ന് പറയുകയും ചെയ്തു. അപ്പം ആ ഒരു ഇൻസ്പിറേഷൻ, കാരണം ചെറുപ്പത്തിൽ ഇവൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ ബാല്യം നോക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല ഈശോയ്ക്ക് വേണ്ടി. പൊതുവേ നമുക്ക് അവൻ്റെ കയ്യിലും മൊബൈലുണ്ടായിരുന്നു, ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലും മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വെറും 15 വയസ്സുള്ളപ്പോൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ 11 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള സമയങ്ങളിൽ അവൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം കേട്ടപ്പോൾ എനിക്ക് വളരെ ആകർഷണീയമായി തോന്നിയൊരു കാര്യം ഇതാണ്. രാത്രിയിൽ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ നോക്കുമ്പോൾ വെളുപ്പിന് 3 മണിക്കും അവൻ്റെ മുറിയിൽ വെട്ടം കാണാം. ഇവൻ്റെ ഈ മുറിയിൽ ഞാൻ കുറേ നിമിഷം സ്പെൻഡ് ചെയ്തായിരുന്നു. സോറി ഇവൻ എന്ന് വിളിക്കുമ്പോൾ, കാരണം എനിക്ക് ചെറുപ്പം മുതൽ എല്ലാവർക്കും വിശുദ്ധനായ കാർലോയെ അറിയുമ്പോൾ എനിക്ക് ഒരു വിശുദ്ധനാകുന്നതിന് മുമ്പുള്ള ഒരു കാർലോയെ പരിചയമുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇവൻ അടുപ്പത്തിലാണ് ഞാൻ ഇവൻ ഉപയോഗിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞ കാര്യമാണ്, കാർലോയുടെ മുറിയിൽ വെളുപ്പിന് 3 മണിക്ക് ലൈറ്റ് കാണും. വെളുപ്പിന് 3 മണിക്ക് അമ്മ എഴുന്നേറ്റ് ഹോർലിക്സുമായിട്ട് അവൻ്റെ മുറിയിൽ പോകും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ രാത്രി ഉറങ്ങത്തില്ല. രാത്രി ഉറങ്ങാതെ ഇരുന്ന് വെബ്സൈറ്റ് നിർമ്മിക്കുന്ന യൂക്കറിസ്റ്റിക് മിറാക്കിൾസ്, മരീൻ അപ്പാരേഷൻസ്, സെയിൻസിൻ്റെയും ഡീമൻസിൻ്റെയും അപ്പാരേഷൻസ്, പിന്നെ യൂക്കറിസ്റ്റ് മാത്രം സ്വീകരിച്ച് ജീവിച്ച വിശുദ്ധര്, ഇവരെക്കുറിച്ചുള്ള വെബ്സൈറ്റ് ക്രിയേഷനാണ് ഈ കാർലോ. ഒരു പരിധി വരെ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയവിടത്തോളം എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്, അദ്ദേഹം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു. ഇന്ന് നമ്മളുടെ കയ്യിലെല്ലാം മീഡിയാസ് ഉണ്ട്. നമ്മളൊക്കെ ഒരു റെസസ് ടൈം കിട്ടുമ്പോൾ, ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മളൊക്കെ അതിൽ ഒന്നെങ്കിൽ റീൽസ് കാണും, റീൽസ് ഓടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കാർലോ അതിനുവേണ്ടി അല്ല സമയം ചെലവഴിച്ചത്. ആ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ അമ്മ പറയും, മോനെ നീ കടന്ന് ഉറങ്ങ്. വയ്യാത്തപ്പോൾ പോലും അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ കടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മരിക്കുന്നതിന് 20 ദിവസം മുമ്പാണ് ഇവന് ലുക്കീമിയാണ്, രക്താർബുദമാണെന്ന് തിരിച്ചറിയുന്നത്. ആ 20 ദിവസം മുമ്പ് ഞാൻ പിന്നീട് ഈ കാർലോയെ പറ്റി 20 പുസ്തകങ്ങളോളം പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഒരെണ്ണം ഏറ്റവും കൂടുതൽ ഇവനെ ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ എഴുതിയത് അതൊരു പരിഭാഷ ചെയ്താൽ കാർലോയുടെ അമ്മ ചെയ്തൊരു വർക്കുണ്ട്. ഇവൻ വാഴ്ത്തപ്പെട്ടവനെ മൈസൺ കാർലോ എന്ന് പറഞ്ഞ ബുക്ക്, അതിൻ്റെ മലയാളവും ഞാൻ പരിഭാഷ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കാർലോയുടെ ലാസ്റ്റ് ഡേയ്സിനെ പറ്റി അതിനകത്ത് പറയുന്നത്. ആ ലാസ്റ്റ് ഡേയ്സിൽ മോൺസായിലെ സെന്റ് ജെറാർഡ് ഹോസ്പിറ്റലിലാണ് കാർലോ അഡ്മിറ്റ് ആയിരുന്നത്. ആ സെന്റ് ജെറാർഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് അവനുണ്ടായിരുന്ന ആ വിഷമങ്ങൾ, അവന് ഏറ്റവും കൂടുതൽ അവൻ്റെ വിഷമങ്ങൾ അവന് സന്തോഷമായിട്ട് മാറ്റിയത് എങ്ങനെയാണെന്നാണ് അതിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 20 ദിവസം മുമ്പ് അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് വളരെയധികം ഈ ഒരു ചെറിയ പയ്യന് വയ്യാതെ വന്നപ്പോൾ പോലും ഇപ്രകാരം ഇത്രയും തീഷ്ണതയുണ്ടായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ അവൻ ആ 20 ദിവസം മുമ്പ് നല്ല കായിക അഭ്യാസിയാകാൻ വളരെയധികം താല്പര്യം കാണിച്ചിരുന്ന വിശുദ്ധനാണ്. കായിക താരമായിരുന്നു. ഫുട്ബോൾ കളിക്കും. അദ്ദേഹത്തിന്റെ ഫുട്ബോളൊക്കെ ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ കാർലോയുടെ വീട്ടില് ഫുട്ബോളൊക്കെ ഇരിപ്പുണ്ട്. ഈ ഫുട്ബോളൊക്കെ കാണുമ്പം തലേദിവസം പോലും ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന തലേദിവസം 20 റൗണ്ടാണ് അവന്റെ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ അവൻ ഓടിയത്. 20 റൗണ്ട്. അവ പറഞ്ഞത് വേറെ ആരുമില്ല, അവന്റെ അധ്യാപിക തന്നെയാണ് പറഞ്ഞത്. അവൻ അന്നേരം വയ്യെങ്കിൽ പോലും കടന്നു ഓടും. പക്ഷെ അവൻ ആ സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ 85 കിലോ ഉണ്ട്. മരിക്കുന്നതിന്റെ 20 ദിവസം മുമ്പ് ഞാൻ 85 കിലോ ഉണ്ട്. ഞാൻ ഒരുപക്ഷെ മരിച്ചു പോയി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാൻ പാടാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന രീതിയിൽ പറയുമായിരുന്നു. അപ്പം ആരോഗ്യത്തെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു കാർലോ അക്വിറ്റീസ് ആ സമയത്ത്. പിന്നീട് കാർലോയുടെ ജീവിതത്തിൽ കാർലോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും.
കായിക കാര്യങ്ങളിലും അതുപോലെ തന്നെ ആരോഗ്യം നോക്കുന്ന കാര്യങ്ങളിലൊക്കെ കാർലോ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ 20 ദിവസവും കാർലോ സഹനങ്ങൾ സഹിക്കുമ്പോഴെല്ലാം പറയും, എനിക്കിത് ഓർക്കുമ്പോൾ സഹനമാണ്, ദുഃഖമാണ് അമ്മേ. അമ്മ കരയുമ്പോൾ അമ്മയോട് പറയുന്നത്, അമ്മേ ഇത് ദുഃഖിക്കാതെ അമ്മ ലോകത്തുള്ള എല്ലാവരെയും നോക്ക്, അവരിൽ പാവപ്പെട്ടവരുണ്ട്, ദരിദ്രരുണ്ട്. ദൈവം എനിക്ക് നല്ല സൗഭാഗ്യം നൽകിയിട്ടുണ്ട്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ, ധനികരായ ഏറ്റവും പ്രഗത്ഭരായ ഒരു കുടുംബത്തിൽ എന്നെ ദൈവം എനിക്ക് ജന്മം നൽകി. ആ ദൈവത്തിന്റെ കരുണ കൊണ്ട് ഞാൻ അമ്മയുടെ മകനായത്. പക്ഷേ അമ്മയുടെ മകനായപ്പോൾ ദൈവം എനിക്ക് നൽകിയ ആ സൗഭാഗ്യം തന്നെ, അതിലും വലിയ സൗഭാഗ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുക, ലോകത്തിൽ ഇതിലും സങ്കടം അനുഭവിക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ സങ്കടപ്പെടുന്നില്ല. ഞാൻ ഈ സഹനം യഥാർത്ഥത്തിൽ പരിശുദ്ധ പിതാവിനും അതോടൊപ്പം തിരുസഭയ്ക്കും ശുദ്ധീകരണ ആത്മാക്കൾക്കും വേണ്ടിയാണ് ഞാൻ കാഴ്ചവെക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം കാർലോയുടെ അമ്മ, മൈസൺ കാർലോയ്ക്ക് ഞാൻ പറയുന്ന എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്, അമ്മ അന്നത് തമാശയായിട്ട് എടുത്തേ. പിന്നീടാണ് അമ്മയ്ക്ക് മനസ്സിലായത് അവൻ പറഞ്ഞ കാര്യത്തിന്റെ ആഴം പിന്നീടാണ് തിരിച്ചറിയുന്നത്. ഈ ആഴം തിരിച്ചറിയുന്നത് ഇവന്റെ ശവസംസ്കാരത്തിന്റെ അന്നാണ്. അവൻ ഈ ധനികരായ കുടുംബത്തില് ഇവരെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഈ കാർലോ ഇത്രയധികം പ്രഗത്ഭനായ ഒരു വ്യക്തിയാണെന്നൊന്നും ഇവന്റെ അമ്മയോ സഹോദരൻ ബന്ധുമിത്രാദികളോ ഒന്നും വിചാരിച്ചിട്ടില്ല. ഇവൻ ചെയ്ത കാര്യങ്ങൾ ഇന്ന് കത്തോലിക്ക സഭയിൽ എന്തൊക്കെ ദൈവശാസ്ത്രമുണ്ടോ ആ ദൈവശാസ്ത്രത്തിനെല്ലാം യോജിച്ച രീതിയിൽ ഇവൻ ചെയ്തിട്ടുണ്ട്. 2016 പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ലൗദാറ്റോ സി പബ്ലിഷ് ചെയ്തു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി. ഈ കാർലോ 2001 തുടങ്ങി ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി നിന്നിരുന്ന വ്യക്തിയാണ്. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പോലും. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്നും നടക്കാൻ പോകും, ഞാൻ പറഞ്ഞ ആരോഗ്യം നോക്കിക്കൊണ്ടിരുന്ന നല്ല വിശുദ്ധൻ എന്നും നടക്കാൻ പോകുന്ന വഴിയിൽ എല്ലാ ഹോട്ടലുകളും കയറും. അത് അവന് ഫുഡ് കഴിക്കാൻ വേണ്ടിയല്ല, അവിടുത്തെ വേസ്റ്റുകൾ കളക്ട് ചെയ്തിട്ട് സ്ട്രേ ഡോഗ്സിന് കൊണ്ട് കൊടുക്കും. സ്ട്രേ ഡോഗ്സിന് അവൻ പറയുന്നത് അപ്പോൾ അവൻ്റെ അമ്മ കളിയാക്കുമായിരുന്നു, നീ എന്നെ ഫ്രാൻസിസ് അസീസി ആണോടാ എന്ന് ചോദിച്ച് കളിയാക്കുമായിരുന്നു. പക്ഷെ സ്ട്രേ ഡോഗ്സിന് കൊണ്ട് കൊടുക്കുമായിരുന്നു. എന്നും നടക്കാൻ പോകും. ഇനി ആഴ്ചയിൽ ഒരിക്കലും സമൂഹത്തിലുള്ള എല്ലാവരെയും അവൻ സ്നേഹിച്ചിരുന്നതിൻ്റെ തെളിവാണ് അവിടെയുള്ള മദർ തെരേസയുടെ ക്യാൻറ്റീൻ ഉണ്ട്, ഫ്രീ ക്യാൻറ്റീനാണ്. എല്ലാ സെക്കൻഡ് സാറ്റർഡേസിലും ഏർലി മോർണിംഗിൽ മാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് ഓടും. അവിടെ ഫുഡ് കുക്ക് ചെയ്യാനും ഫുഡ് സെർവ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഇത് വളരെ നമ്മൾ കാർലോ ഒരു കമ്പ്യൂട്ടർ ജീക്കായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ അതിനും ഒരു മറുപുറം കൂടെ ഉണ്ട്. കത്തോലിക്ക സഭ അവനെ ഒരു വിശുദ്ധനാക്കിയെങ്കിൽ അത് യഥാർത്ഥത്തിൽ യോജ്യമായൊരു, കാരണം അവൻ ആ ചെറുപ്പത്തിൽ തുടങ്ങി ഈ 15 വയസ്സ് ചെയ്ത കാര്യങ്ങൾ മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും അവൻ്റെ അമ്മ പോലും ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ മകൻ ഇപ്രകാരമൊക്കെ ചെയ്തപ്പോൾ എനിക്കെന്ത് തമാശയായിട്ടാണ് കരുതിയത്, പിന്നീടാണെന്ന് മനസ്സിലാക്കിയത് അത് പുണ്യത്തിലേക്കുള്ള വഴിയാണ്. ഇപ്പം നമുക്കൊക്കെ എളുപ്പം വിശുദ്ധരാകാൻ സാധിക്കും. പക്ഷെ എളുപ്പം അതോടൊപ്പം തന്നെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സാധാരണമായ കാര്യങ്ങൾ അസാധാരണമായ രീതിയിൽ മാറ്റിയാൽ മാത്രമേ നമുക്കും വിശുദ്ധരാകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ കാർലോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, വളരെ തീർച്ചയായിട്ടും ഇത് കേട്ടപ്പോൾ എനിക്ക് തന്നെ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തോട്, അതായത് ചെറുപ്പത്തിലുള്ള ഈ കുറേ നാളുകൾ ഇങ്ങനെ വേസ്റ്റാക്കി കളഞ്ഞല്ലോ എന്നുള്ള ചിന്ത പോലും തന്നെ വന്നു. തീർച്ചയായിട്ടും കാർലോയെ പറ്റിയുള്ള ഇങ്ങനെ പലരും കേൾക്കാത്ത കഥകളാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കഥകളാണ് ഇതിനെ പറ്റി. അപ്പോൾ ഇത് ശരിക്കും ഇത് യുവജനങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ഉപയോഗ വസ്തുക്കൾ നമ്മുടെ ചുറ്റുപാടും തിരിച്ചറിയുകയാണെങ്കിൽ, കാർലോയെ പോലെ ഒരുപക്ഷെ കാർലോയേക്കാളും കൂടുതലായിട്ട് ഈ ലോകത്തിന് നന്മ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും 2006 ആ കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ കയ്യിലും ഈ മൊബൈലും ലാപ്ടോപ്പ് ഉണ്ടായിരുന്നില്ല, മൊബൈലിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ല രീതിക്ക് ഉപയോഗിച്ചില്ല എന്നതാണ്, ഒരുപക്ഷെ കാർലോയെ പോലും ഉപയോഗിച്ചില്ല എന്നതാണ് ഒരുപക്ഷെ എനിക്കിവിടെ എടുത്തു പറയാൻ പറ്റുള്ളൂ. ഈ നാമകരണ ചടങ്ങിൽ നമുക്കറിയാം ഡെവിൾസ് അഡ്വക്കേറ്റ് ഉണ്ട്. അതും കൂടെ ഉൾച്ചേർത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നിൽക്കുന്നത്. കാരണം മീഡിയാസിൻ്റെ അവൻ ഉപയോഗിച്ച മീഡിയാസ്, പ്രത്യേകിച്ച് അവൻ്റെ ലാപ്ടോപ്പും ഫോണും അതിൻ്റെ ഹിസ്റ്ററി മുഴുവൻ സെർച്ച് ചെയ്തു. ഡെവിൾസ് അഡ്വക്കേറ്റ് സെർച്ച് ചെയ്ത സമയത്ത് ഈ ഡെവിൾസ് അഡ്വക്കേറ്റിന്റെ മുമ്പിൽ ഈ വിശുദ്ധനാക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം നോക്കുന്നത്. നാമകരണ ചടങ്ങിന് ദേവദാസനായപ്പം തുടങ്ങി ഡെവിൾസ് അഡ്വക്കേറ്റ് ഉണ്ട്. ഇദ്ദേഹത്തിന് എന്ത് പുണ്യങ്ങൾ പറഞ്ഞാലും ആ പുണ്യങ്ങളെ എതിർക്കാൻ എന്തെങ്കിലും കാണും. പക്ഷേ ബാക്കിയുള്ള വിശുദ്ധരിലേക്ക് ഒത്തിരി എടുക്കാനുണ്ടായാലും ഈ കാർലോയിൽ ഒറ്റ വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കത്തോലിക്ക സഭയിൽ ദൈവം അനുവദിക്കുകയാണെങ്കിൽ താമസിക്കാതെ നമുക്കൊരു കുഞ്ഞ് വേദപാരകനെ കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം കാർലോ വേദപാരകന്റെ അടുത്തുള്ള ഒരു പുണ്യം അവനിലുണ്ട്. തീർച്ചയായിട്ടും അറിയാം, കൊച്ചു തെരേസ്യയെ പോലെ 1925 കൊച്ചു തെരേസ്യ വേദപാരകതയാകുന്നത്. അപ്പം കാർലോയും അധികം താമസിക്കാതെ വേദപാരകനാകുന്നുള്ള ഒരു സ്വപ്നം ഞങ്ങൾക്കുണ്ട്. അപ്പം കാർലോയുടെ ആ നാമകരണ ചടങ്ങിനോടനുബന്ധിച്ച് ഡെവിൾസ് സർട്ടിഫിക്കറ്റ് പറയുന്ന ഒറ്റ കാര്യമുള്ള, ഇവൻ പറഞ്ഞൊരു കാര്യം സ്വാഭാവികമായിട്ട് സാധാരണ ഒരു വാക്കാണ്.
ഇവനെ എതിർത്ത്, ഇവന്റെ പുണ്യത്തിനെ എതിർത്തത്. ഇപ്പം പരിശുദ്ധ അമ്മയുടെ ജപമാല മാസമല്ലേ, ജപമാല മാസത്തിന്റെ ഏറ്റവും ഉചിതമായൊരു വാക്യമാണ് വെൻ ഐ പ്രേ റോസറി ഐ മെയ്റ്റ് വിത്ത് മേരി. ഈ വാക്ക്, ആ മെയ്റ്റ് എന്നുള്ള വാക്ക് ഡെവിൽ സർട്ടിഫിക്കറ്റ് അണ്ടർലൈൻ ചെയ്തു, റെഡ് മഷീൻ വെച്ച് അണ്ടർലൈൻ ചെയ്തിട്ട് ഡെവിൽ സർട്ടിഫിക്കറ്റ് പറഞ്ഞു, ഇത് പുണ്യത്തിനെതിരായൊരു വാക്കാണ്. ഇന്നത്തെ നമ്മുടെ ന്യൂജൻ ട്രെൻഡ് വാക്ക് നോക്കുമ്പോൾ ഇത് പുണ്യത്തിനെതിരായ, മാതാവിനെ ആ ഒരു ലവിൽ അവൻ കാണുന്നു എന്ന്. ഇതിനെപ്പറ്റി പിന്നീട് ആദ്യ ജീവചരിത്രകാരൻ എന്ന നിലയിൽ എന്നോടും അവര് ചോദിച്ചിരുന്നു, എൻ്റെ അഭിപ്രായം എന്താ കാർലോ അങ്ങനെ ചെയ്തിരുന്നത്, ആ ഒരു വേർഡ് ഒരു ഡിസ്ക്രിപ്ഷൻ തരാമോ, ഷോർട്ട് ആയിട്ട് തരാമോ ചോദിച്ചിരുന്നു. അപ്പം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡ്, നമുക്കറിയാം നമ്മുടെ ഈ ന്യൂജൻ ട്രെൻഡിൽ നമുക്ക് കുറച്ച് വൊക്കാബുലറീസേ കാണുള്ളൂ. ആ പയ്യനും കുറച്ച് വൊക്കാബുലറീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ചെറു പ്രായത്തിലുണ്ടായിരുന്ന വൊക്കാബുലറി വെച്ച് അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരുടെയൊക്കെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം അവൻ നോക്കിയപ്പോൾ മാതാവിനോടുള്ള ഒരു അഫെക്ഷൻ, അവനെ വിശേഷിപ്പിക്കാൻ പറ്റിയത് ആ സൗഹൃദ ബന്ധങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു വൊക്കാബ്സ് വെച്ച് അവനെ പറയാൻ പറ്റുന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ മുഴുവൻ സെർച്ച് ഹിസ്റ്ററി നോക്കിയപ്പോൾ അവൻ യൂക്കറിസ്റ്റിക് മിറക്കിൾസ്, മരീൻ അപ്പാരേഷൻസ്, സെയിൻസ് ആൻഡ് ഡീമൻസ്, യൂക്കറിസ്റ്റിക് സെയിൻസ്, അങ്ങനെയുള്ള കുറേ സെർച്ചും പിന്നെ അതിനോടൊപ്പം തന്നെ HTML കോഡ്സും അത് മാത്രമേ ഉണ്ടാവും. അവിടുന്ന് എനിക്ക് കാർലോയുടെ അമ്മ ഇവൻ്റെ ഒരു ആൻസർ ഷീറ്റ് എനിക്ക് തന്നു വിട്ടു. ലാറ്റിൻ പരീക്ഷയുടെ നമ്മളെപ്പോലെ അത്രയും ജീനിയസ് ഒന്നും പറയാൻ പറ്റത്തില്ല. അവൻ അതിൻ്റെ 0 മാർക്ക് കിട്ടിയ ഒരു ആൻസർ ഷീറ്റ് എൻ്റെ ഉണ്ട്. അതിൻ്റെ അകത്ത് വേറെ ഒന്നത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ആൻസർ ഷീറ്റ് ഉണ്ട്. നമ്മളെപ്പോലെ അത്രയും അൾട്ടിമേറ്റ് എന്ന് നോക്കുമ്പോൾ വലിയ ജീനിയസ് അല്ല, നമ്മളെപ്പോലെ ഒരു ഓർഡിനറി മാൻ. പക്ഷേ അദ്ദേഹം ഇന്ന് നമുക്കൊക്കെ ഒരു മാതൃകയായിട്ട് മാറി. സ്പിരിച്വലി കാർലോ അക്വിറ്റസ്, വിശുദ്ധ കാർലോ അക്വിറ്റസ് ഒരു ഗിഫ്റ്റഡ് ജീനിയസ് ആണെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം അവൻ സ്പിരിച്വലി ഗിഫ്റ്റഡ് ആണെന്ന് പറയാനുള്ള കാരണം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഈവൻ അവൻ്റെ കൂടെയുള്ള കൂട്ടുകാർ, സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ ബ്രോക്കൺ ഫാമിലീസ് ഉള്ള കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരും. വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർ വഴി അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇടപെട്ട് മാതാപിതാക്കളെ യോജിപ്പിച്ച കഥകളുണ്ട്. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ നമ്മളെ കൂട്ടുകാർ, എന്നെ കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ കാർലോ ഒരു മീഡിയ ബേസ്ഡ് ഒരു വിശുദ്ധനായിട്ട് മാത്രമല്ല കാണുന്നത്. പക്ഷേ അദ്ദേഹം ബ്രോക്കൺ ഫാമിലീസിനെ യോജിപ്പിക്കാൻ ചെയ്തിരുന്ന ഒരു മുറിയുണ്ട് അവരുടെ വീട്ടിൽ. അതായത് കൂട്ടുകാരെ വിളിക്കും, ആ കൂട്ടുകാരെ വീട്ടിൽ കൊണ്ടുവന്ന് പപ്പായും അമ്മയോടും സംസാരിപ്പിച്ച് പിന്നീട് ഇവരുടെ വീട്ടിലേക്ക് പോകും. ഇവരുടെ വീട്ടിലേക്ക് അമ്മയുടെ അടുത്ത് പോകും, അപ്പൻ്റെ അടുത്തേക്ക് പോകും. അവരോട് സംഭാഷണം നടത്തി അവരെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോയി ഒത്തിരി എക്സ്പീരിയൻസ്. അതായത് ഒരു കുടുംബത്തെ യോജിപ്പിക്കാൻ പറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാർലോയ്ക്ക് ഭയങ്കര വിഷമമാണ്. അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയും അപ്പനും ബ്രോക്കൺ ഫാമിലിയാണ്. അവർ എന്നെ പറഞ്ഞത് യോജിക്കുന്നില്ല. കാർലോ പറഞ്ഞു മടുത്തു. കൂട്ടുകാരാണ് ഭയങ്കര വിഷമം കാർലോയോട് പറയപ്പെടും എന്ന്. കാർലോ ബോംബെ രാജ്ഞിയുടെ തിരുനാൾ, അതൊരു ഒക്ടോബർ 8-ന് അവൻ മുട്ടയിൽ നിന്ന് നീന്തി ആ പ്രദർശനത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ്റെ മുട്ടിലെല്ലാം മുറിവായ സമയത്ത് ജപമാലയും ചൊല്ലിക്കൊണ്ട് മുട്ടയെ നീന്തി അങ്ങനെ അവര് പിന്നീട് മാനസാന്തരപ്പെടുക. ഈ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് അവൻ മാനസാന്തരപ്പെടുത്തി എടുക്കുക. കാർലോയുടെ അമ്മ ആശ്ചര്യത്തോടു കൂടെ ഇവര് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എൻ്റെ മകൻ ഇപ്രകാരമൊക്കെ ചെയ്ത് ഇവനെ പിന്നീട് കൂട്ടുകാരനും ഉണ്ടായിരുന്നു. കാർലോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവൻ്റെ അമ്മയായതുകൊണ്ട് ഒത്തിരി ഇത് എക്സാജറേഷൻ ചെയ്താന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരിക്കലും അല്ല. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊക്കെ എനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. സുഹൃത്തുക്കളിൽ ഒരാൾ പങ്കുവച്ചാണ് അവൻ കൂടെ വരും. അപ്പം അവൻ അന്ന് ഐസ്ക്രീം മേടിച്ച് കഴിച്ച് നടന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ മുട്ടുകുത്തി കൊണ്ടുവരില്ലേ നീന്താൻ തുടങ്ങി. അവൻ്റെ ആ സുഹൃത്തിൻ്റെ അമ്മയും അപ്പനും പിറ്റേ ദിവസം യോജിച്ച് അതിന് കാരണക്കാരൻ ഈ കാർലോയുടെ മധ്യസ്ഥ സഹായമാണ്. ജീവിച്ചിരുന്നപ്പം തന്നെ അവൻ ചെയ്തത്. അപ്പം അവന് ഒരു കുടുംബത്തെ പോലെ യോജിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ദൈവം അനാദി മുതലേ തിരഞ്ഞെടുത്ത സ്പെഷ്യൽ ഗിഫ്റ്റഡ് കാരണം ഈ മിലേനിയൽ സെയിന്റ് ആകാൻ പ്രത്യേകം മാറ്റി വെച്ചിരുന്ന ഒരു സൃഷ്ടിയാണെന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കുറച്ചു മുമ്പ് അച്ഛൻ പറയുകയുണ്ടായി, അതായത് ആൽബർട്ടോ മാൽവസിന്റെ സഹോദരി ബീഡുമായിട്ടൊരു സുഹൃബന്ധം അച്ഛനുണ്ടായിരുന്നു എന്നുള്ളത്. അതും വളരെ ചെറുപ്പകാലത്ത് 2007-2006 കാലഘട്ടത്തിൽ തന്നെ. അതെങ്ങനെയാണ് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഇറ്റലി, അത് ചെറുപ്പത്തിൽ തന്നെ ഇറ്റലി വരെയുള്ള ഒരു സുഹൃബന്ധം ഉണ്ടാകാൻ കാരണം? അതായത് 2003 ആൽബർട്ടോ മാർവലി വാഴ്ത്തപ്പെട്ടവരുടെ നിലയിലേക്ക് ഉയരുന്നത്. ആ സമയത്ത് എൻ്റെ റിലേറ്റീവ്സ് അച്ഛന്മാരൊക്കെ ഇറ്റലിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ആൽബർട്ടോ മാർവലി നമുക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു സെയിന്റാണ്.
ഈ കാർലോയിൽ പോലൊക്കെ തന്നെ ഒരു അട്രാക്ഷൻ 27 years ഓഫ് ഓൾഡിൽ അദ്ദേഹം മരിക്കുന്നത്, 27 വയസ്സിലാണ് മരിക്കുന്നത്. ആ മരിക്കുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയപ്പോൾ ഞാൻ അങ്കിളുമാരോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും റിമിനി പോകുമ്പോൾ എനിക്ക് അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ റെഡിയാക്കി തരണം. കാരണം എനിക്ക് ആ വിഷയത്തിനോടുള്ള ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയി. അത് ഗ്രാജുവലി ഡെവലപ്പായി. അപ്പം 2006 തന്നെ ഞാൻ അദ്ദേഹത്തിനെ പറ്റി ഒരു പുസ്തകം എഴുതി. അത് എൻ്റെ അങ്കിളുമാർ അച്ഛന്മാർ അവിടെ പോയപ്പോൾ അവർ വഴി എന്നെ പരിചയപ്പെടുത്തിയതാണ് ആ സമയത്ത്. ഓക്കെ, അപ്പൊ അച്ഛൻ എന്താണ് സെമിനാരിൽ? ഞാൻ സെമിനാറിൽ 2010 ചേർന്നത്. 2010. അപ്പം ഈ വിഷയത്തിനെ പറ്റി, കാർലോയെ പറ്റി പുസ്തകം എഴുതി കഴിഞ്ഞ ആ കാലഘട്ടങ്ങളിലാണ്. ആ സമയത്ത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത സമയത്താണ് ഞാൻ സെമിനാറിലേക്ക്. കാർലോന് ഇൻസ്പിറേഷൻ വന്നിട്ടാണോ സെമിനാരിൽ? അല്ല, ഒരിക്കലും അല്ല. അതെന്റെ ചെറുപ്പം മുതലൊരു ആഗ്രഹം. അപ്പൊ അത് സ്വീകരിച്ച് ഇങ്ങനെ പോയി. പിന്നെ കാർലോയുടെ ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടിയത് അവന്റെ കാരിസം കുറച്ച് അഡാപ്റ്റ് ചെയ്തത് പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് കാർലോ വോയിസ് മാഗസിൻ ഉണ്ട്. കാർലോ വോയിസ് മാഗസിൻ എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കറിയാം ഫെയ്ത്തിനെ ഒത്തിരി ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാത്തലിക് ഫെയ്ത്തിന്റെ പ്രൊട്ടക്ടർ ആയിരിക്കേണ്ടവർ പോലും ഫെയ്ത്തിനെ പ്രൊമോട്ട് ചെയ്യാതെ പോകുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ യഥാർത്ഥമായ ട്രൂ ഫെയ്ത്ത് എന്താണെന്ന് ഇന്നത്തെ യൂത്തിനെ അറിയിക്കാൻ വേണ്ടി തന്നെ, കാരണം എല്ലാവരും സെമിനാരിൽ പോയി അച്ഛന്മാരാകണമെന്നില്ല. അപ്പം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ യുക്യാറ്റ് പോലും നമുക്കറിയാം യുവജനങ്ങൾക്ക് വേണ്ടി കത്തോലിക്ക വിശ്വാസ സംഗ്രഹമാണ്. പക്ഷെ യുക്യാറ്റ് പോലും ആ യഥാർത്ഥ രീതിയിൽ വിശ്വാസം യൂത്തിന് എത്തിക്കാൻ പറ്റുന്നില്ല. സരളമായ ഭാഷയല്ല. കാരണം അത് നമുക്കറിയാം ഇംഗ്ലീഷിൽ അതിന്റെ ട്രാൻസ്ലേഷൻ പരിഭാഷ ചെയ്തതിന്റെ പ്രോബ്ലമാണ് ഇവര്. അപ്പം ഇനിയും സരളമായ രീതിയിൽ യൂത്തിന് വിശ്വാസം കറക്റ്റ് രീതിയിൽ എന്താണ് കത്തോലിക്ക സഭയുടെ പാരമ്പര്യം, എന്താണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം, എന്താണ് പരിശുദ്ധ കുർബാന. നമുക്കറിയാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ദ ചർച്ച്, അതാണ് യൂക്രിസ്റ്റ്. അപ്പൊ നമ്മുടെ സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ദ സോൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും യൂക്രിസ്റ്റ്. അപ്പൊ ആ യൂക്രിസ്റ്റിനെ പോലും നമ്മുടെ യൂത്തിനെ മനസ്സിലാക്കുന്ന രീതി അത് കാർലോയിന് അഡാപ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. കാരണം വളരെ അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ സരളമായ രീതിയിലാണ്, അന്നത്തെ യൂത്തിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇന്ന് കാർലോയുടെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അന്ന് അവൻ ചെയ്ത കാർലോയുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് പിള്ളേരെ ആകർഷിക്കുന്ന രീതിയിലായിരുന്നു. അതിൻ്റെ ഒരു പകർപ്പിന്റെ ഫോട്ടോ എൻ്റെ കയ്യിൽ എൻ്റെ പഴയ ലാപ്ടോപ്പിൻ്റെ അത് കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് കാണുന്നത് കയറി ചെല്ലുമ്പോഴേ ഈശോയൊന്നുമല്ല, പോക്കിമോൻ. പോക്കിമോൻ ഉണ്ട്, പോപ്പോയ് ഉണ്ട്, ടോമാഞ്ചെറി ഉണ്ട്. അപ്പം ഇത് കണ്ടു കഴിയുമ്പം കുട്ടികൾക്ക് ആകർഷണമായി. ഈ പോക്കിമോന്റെ പിക്കാച്ചിയുടെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ വൈബന്റ് ആയിട്ട് നടക്കുന്നതും അതൊക്കെയാണ് അവന്റെ വെബ്സൈറ്റിന്റെ ഫ്രണ്ടിലുള്ള. ടെഡി ബിയർ ഒക്കെ അവന്റെ ഫേവറേറ്റ് ആയിരുന്നു. ഈ ടെഡി ബിയറും ഇതിനു ശേഷമാണ് അവിടെ ഒരു സൈഡിലാണ് കാത്തലിക് ഒരു കോളം കൊടുത്തേക്കുന്നത്. ഇതിന്റെ അകത്താണ് കേരള യൂക്കറിസ്റ്റിക് മിറാക്കിൾസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ഫേമസ് ആകാൻ കാരണം ഇത് തന്നെയാണ്. അന്നുള്ള കുട്ടികൾ, നമ്മുടെ വൈബുള്ള കുട്ടികൾ, അവർ ചെന്ന് കണ്ടുകൊണ്ടിരുന്ന കാർട്ടൂൺസ് ആണ്. ആ കാർട്ടൂൺസിന്റെ കയറി കാണുമ്പോൾ ആകർഷണം ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതേ രീതിയിൽ അഡാപ്റ്റ് ചെയ്താണ് കാർലോ വോയിസ് മാഗസിൻ. നമുക്ക് 4 ഭാഷയിലേക്ക് നമ്മൾ ചെയ്യാറുണ്ട്. എല്ലാ മാസവും ഫെയ്ത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് ചെയ്യുന്നുണ്ട്, മലയാളം, തമിഴ്, അതോടൊപ്പം ഹിന്ദി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പം നമ്മൾ വെസ്റ്റേൺ ലാംഗ്വേജ് ഇപ്പം ഇറ്റാലിയനും വരുന്ന വർഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. കാർലോ അമ്മ നിർബന്ധിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1500 വിശുദ്ധരുടെ തിരുശേഷിന്റെ പ്രദർശനം നമ്മൾ ഇന്ത്യ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ കാർലോയിന് ഇൻസ്പയർഡ് ആയിട്ടാണ്. നമ്മൾ ഇപ്പം തന്നെ 89 സ്ഥലങ്ങളിൽ നടത്തി. കഴിഞ്ഞ ആഴ്ച വേളാങ്കണ്ണിയിൽ നടത്തി, വേളാങ്കണ്ണി ബസിലിക്കയിൽ. അതും ഒക്കേഷനിലായിട്ട് നമ്മൾ ചെറിയ ഒരു സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഓരോന്നും കാണുമ്പോൾ വേളാങ്കണ്ണിൽ ഞങ്ങൾ ചെന്നൈയിൽ നടത്തി 3 ദിവസത്തെ പ്രോഗ്രാം 3.5 ലക്ഷം ആൾക്കാർ വന്നു. അതിനുശേഷം അവിടുന്ന് അന്ന് ഇൻവൈറ്റഡ് ആയ അവിടുത്തെ ബിഷപ്പ്, തഞ്ചാവൂർ ബിഷപ്പ് വന്നിട്ട് ഞങ്ങളോട് സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തു, ഈ ഒക്ടോബർ 1 തൊട്ട് 5 വരെ ദസറയാണ്, വേളാങ്കണ്ണി പള്ളിയിൽ അധികം തിരക്ക് വരും, അവിടെ വരണം എന്ന് പറഞ്ഞു. അവിടെ പോയി 10.5 ലക്ഷം ആൾക്കാരാണ് 5 days കൊണ്ട് വന്ന്. അതും നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കാർലോ ചെയ്ത പോലെ തന്നെ ഈ സെയിൻസിനെ അവിടെ വെക്കുക മാത്രമല്ല, അവരുടെ ലൈഫ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. കാരണം ഇന്നത് യൂത്തിന് ഏറ്റവും കൂടുതൽ അട്രാക്ഷനാണ് ഈ സെയിൻസ്. ഈ മിലേനിയൽ സെയിൻ്റായി ഇദ്ദേഹം ഉയർന്നു നിൽക്കുമ്പോൾ അതിനു മുമ്പ് വിശുദ്ധരായി ജീവിച്ചിരുന്നവരുണ്ട്. ഇപ്പൊ ഈ ഒക്ടോബർ 19 നമുക്കൊക്കെ ഈ ലോകത്തിന് കുറെ അഡിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഒരു സ്പെഷ്യൽ ഒരു അഡിക്ഷനാണ് ബ്ലാക്ക് മാസ്. ചെകുത്താനാരാധകനായ ഒരു പുരോഹിതൻ ഈ 19ാം തീയതി വിശുദ്ധ പദവിയിലേക്ക് വരിക. അദ്ദേഹത്തിന്റെ ലൈഫിലും വളരെ ഇൻസ്പയർ ആയിട്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് ഒത്തിരി മാതൃകയാണ്. അവരെങ്ങനെ ആ അഡിക്ഷൻസിനെ മാറ്റി, അതും ജപമാല ഭക്തി കൊണ്ടുണ്ടാ. അപ്പം നമുക്ക് ഈ ബീതുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് ആൽബർട്ടോ മാർവലിയെ പരിചയപ്പെട്ടു. ആ ഒരു കണക്ഷൻ ഇപ്പോഴും പോകുന്നത് ഈ സെയിൻസുമായിട്ട് പോകുന്നത് ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്നാണ്. ആൽബർട്ടോ മാർവലിയുടെ ഫാമിലിയിൽ നിന്ന് കാർലോയെ പരിചയപ്പെട്ടു.
കാർലോയെ പരിചയപ്പെട്ട ആ സമയത്ത് തന്നെ ബീതു എന്നെ പിയർ ജിയാർജോയുടെ ഫാമിലി പരിചയപ്പെടുത്തുന്നു. ഈ കാർലോ മാത്രമല്ല, ഈ കാലഘട്ടത്തിന് 4 പേരെ വേറെ ചടങ്ങിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗീതോ ഷാഫർ എന്ന് പറഞ്ഞ ബ്രസീലിയൻ, അത് യങ്സ്റ്ററാണ്. പിയർ ആഞ്ചലോ കപ്പൂസി മാത്തി ദേവദാസനാണ്. കാർലോയെ പോലെ തന്നെ ഇരിക്കും. അദ്ദേഹത്തിന് ബോൺ ക്യാൻസർ വന്നു. അദ്ദേഹത്തിന്റെ പേരൻസുമായിട്ട് ഞാൻ നല്ല സൗഹൃദമാണ്. അദ്ദേഹത്തിന് ഒരു സഹോദരിയുള്ളൂ. അവർക്ക് ഞാൻ ആ ഇറ്റലി പോയി ടെറാന്തോയിൽ അവരെ കാണാൻ പോകാൻ പറ്റില്ല. പക്ഷെ അവര് പട്ടത്തിന് ഞാൻ ധരിച്ചിരുന്ന കാപ്പയിൽ പോലും കാർലോയുടെ തിരുശേഷിപ്പ് വെച്ചാൽ കാർലോയുടെ അമ്മ മൊത്തം ചെയ്ത് എനിക്ക് ഇറ്റാലിയൻ ചെയ്തു തന്നത്. അവന്റെ വീട്ടിൽ ചെല്ലുമ്പം ഞാൻ ആ വീഡിയോസ് ഷെയർ ചെയ്യാം. ആ വീഡിയോസിൻ്റെ അകത്ത് നമുക്ക് കാണുന്ന കാര്യം ഇതാണ്. ആ വീട്ടിലിരിക്കുന്ന ഇവന്റെ ഡ്രോയിങ് റൂമിന്റെ അവിടെ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിക്ക് അകത്ത് ഇരിക്കുന്ന പുസ്തകങ്ങൾ HTML കോഡ്സിന്റെ പുസ്തകങ്ങളാണ്. അപ്പൊ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. പിന്നെ ബിബ്ലിക്കല്, സെയിൻസ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചെറുപ്പത്തിൽ ഞാൻ പലരും ആ വീഡിയോ കാണിച്ചപ്പോൾ വണ്ടർ ചെയ്തു. ഞാൻ ആ വീട്ടിലെ പ്രൈവറ്റ് വീടായതുകൊണ്ട് പബ്ലിക്സിനെ അലോഡ് അല്ല. പക്ഷെ എനിക്ക് ആ ഒരു അടുപ്പമുള്ളതുകൊണ്ട് അവർ വീട്ടിൽ പോയ സമയത്ത് ഞാൻ കണ്ടതാണ്. ആ വീട്ടിലിരിക്കുന്ന ലൈബ്രറി ഇരിക്കുന്ന പുസ്തകങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നി. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. നമ്മളത്രയും ഭവ്യത, ഇത് വളരെ ഭവ്യതയോടെ കാത്തു സൂക്ഷിച്ച് അവന്റെ മുറിയിൽ സ്റ്റഡി റൂമിൽ തന്നെയുണ്ട് HTML കോഡ്സിന്റെ പുസ്തകങ്ങൾ. മുമ്പിൽ അരലിക്കയിലിരിക്കുന്ന 4 തിരുശേഷിപ്പാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാർലോയുടെ ശരീരം അഴുകിയിട്ടില്ല. ഇവിടെ ഉള്ള പള്ളികളിലൊക്കെ കൊടുക്കുന്ന റിലിക്സ് ആണെങ്കിൽ ഒന്നേലും അദ്ദേഹത്തിന്റെ മുടിയായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്രസ്സിന്റെ അംശമായിരിക്കാം. പക്ഷെ ഇത് പർട്ടിക്കുലർലി 4 എഡിഷന് ചെയ്തേക്കുന്നത്. ഒന്ന് എനിക്ക് തന്നു, ഒന്ന് അവിടുത്തെ മിലാനിലെ ആർച്ച് ബിഷപ്പിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കാണാവുന്നത് അദ്ദേഹത്തിന്റെ എല്ലിന്റെ അംശം, അദ്ദേഹത്തിന്റെ മുടിയുടെ അംശം, അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയിലുണ്ടായിരുന്ന ഡ്രസ്സിന്റെ അംശം, ശവപ്പെട്ടിയുടെ അംശം, 4 കൂടെ ഒരുമിച്ച് വെച്ചാൽ ഇങ്ങനെ ഒരു റിലിക്വറി അധികം നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ലോകത്ത് 4 അവർ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇങ്ങനെ ഒരു റിലിക്വറി. ഇവിടെയുള്ള എല്ലാ പള്ളികളിലും അദ്ദേഹത്തിന് മുടിയാണ് കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, കാർലോ ബൊക്കീറ്റസിന്റെ 22 തിരുശേഷിപ്പുകളാണ്, വ്യത്യസ്ത 22 തിരുശേഷിപ്പുകളാണ് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. കാർലോയുടെ മ്യൂസിയം നിർമ്മിക്കുമ്പോൾ അതെല്ലാം അവിടെ സ്ഥാപിക്കും. അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിങ്, ടെന്നീസ് റാക്കറ്റ്, അദ്ദേഹത്തിന്റെ കാൽക്കുലേറ്റർ, അദ്ദേഹത്തിന്റെ ടീഷർട്ട് ഫുള്ള്. അപ്പം അദ്ദേഹത്തിന്റെ അമ്മ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്നൊരു വാക്ക് തന്നിട്ടുള്ളൊരു കാര്യം. അമ്മയുടെ ആഗ്രഹമാണ്, എൻ്റെ ഒരു ആഗ്രഹമൊന്നുമല്ല, അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ഇന്ത്യയിൽ. കാരണം അമ്മയ്ക്ക് ഇന്ത്യയോട് ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ചിലപ്പം പറഞ്ഞ ഒരു തമാശയും തോന്നും, ചിലപ്പോൾ ഒരു അപമാനമെന്ന് തോന്നാം. കാരണം കാർലോയുടെ അമ്മ ചെറുപ്പത്തിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ എയർപോർട്ടിൽ വെച്ച് അമ്മയുടെ ബാഗ് മോഷണം പോയി. അപ്പൊ ഒരിക്കലും ഞാൻ ഇന്ത്യയെ മറക്കത്തില്ല എന്നോട് ഒരു വാക്ക് കാർലോയുടെ അമ്മ പറഞ്ഞു. ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ചെറുപ്പത്തില്. കാർലോ ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യ വന്ന സമയത്ത് ഇന്ത്യയിൽ വെച്ച് അമ്മയുടെ ബാഗ് മിസ്സായി. കാർലോയുടെ അമ്മയുടെ അമ്മ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നപ്പോഴാണ് മിസ്സായതെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യ ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്ന് എന്നോട് പറയും. അതോടൊപ്പം തന്നെ കാർലോയുടെ ബേബി സിറ്ററും ഇന്ത്യയിൽ 8 വർഷം പഠിച്ചതാണ് ഗുജറാത്തില്. അദ്ദേഹം മൗറീഷ്യസ് ഐലൻഡുകാരനാണ്, ബോൺ ആൻഡ് ബോട്ടം. പക്ഷെ ബ്രാഹ്മണനാണ്. 8 വർഷം ഗുജറാത്തിൽ പഠിച്ചതാണ്. അപ്പൊ അദ്ദേഹവും അപ്പൊ ഇന്ത്യയായിട്ടൊരു അഭേദ്യമായ ബന്ധം കാർലോയ്ക്ക് തന്നെയുണ്ട് ഇവരുമായിട്ടുള്ള. കാരണം ഒരുപക്ഷെ അന്ന് കാർലോ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ അവൻ ഇന്ത്യ ഉറപ്പായിട്ടും വരുമായിരുന്നു ഇന്ത്യയിൽ. അച്ഛൻ പറയുണ്ടായല്ലോ കാർലോയുടെ വീട്ടില് അച്ഛൻ പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പൊ സാധാരണക്കാർക്കൊന്നും അവിടേക്ക് പ്രവേശനം വളരെ ചുരുക്കമാണ്, വളരെ ലിമിറ്റഡ് ആണ് നമുക്കറിയാം. അച്ഛൻ എങ്ങനെയാണ് അത് സാധിച്ചത്? അച്ഛനെ എന്താണ് അവിടെ കണ്ടത്? അതായത് കാർലോയുടെ വീട്ടില്, അത് നമുക്കറിയാം, മറ്റുള്ള വിശുദ്ധരുടെയൊക്കെ വീടുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നീട് നമ്മുടെ നാട്ടിലുള്ള അൽഫോൺസാമയുടെയൊക്കെ ആണെങ്കിൽ അത് പിന്നീട് തിരുസഭ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇറ്റലിയിലെ ഒത്തിരിയധികം വിശുദ്ധരുള്ളതുകൊണ്ട് ഇവരവിടെ ജന്മഗ്രഹം അങ്ങനെ മേടിക്കാറൊന്നുമില്ല. പിന്നെ മേടിക്കണ തന്നെ നല്ല സാമ്പത്തികമായിട്ട് ഇത് വേണം. കാരണം കാർലോയുടെ ഇതൊരു പ്രൈവറ്റ് വീടാണ്, ഇവരുടെ വലിയ പ്രൈവറ്റ് വീടാണ്. ഈ 2 പേരുടെയും വീടുകളിൽ പ്രൈവറ്റായിട്ട് അവർ വേറെ ആരും ഇവിടെ കയറ്റത്തില്ല. അത് അവരുടെ അടുത്ത് തന്നെ ഇടവ ദേവാലയത്തിൽ ഒരു തിരുശേഷിപ്പ് വെച്ചിട്ടുണ്ട്. ഇടവകയിൽ വന്നിട്ട് അവരുടെ സ്കൂളും കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാം, അത്ര ഒരു പോസിബിലിറ്റി ഉള്ള. അപ്പം ഈ കാർലോയുടെ അമ്മയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു മകനെന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എപ്പോഴും എന്നെ അഡ്രസ്സ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം മകനെ പോലെയാണ്. ഈവൻ കാർലോയുടെ അമ്മ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം കണ്ടപ്പോൾ ഞാൻ എഴുതിയ പുസ്തകം സമ്മാനിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് കണ്ട് അപ്പം പാപ്പായോട് പറഞ്ഞു, ദിസ് ഈസ് മൈ അനദർ സൺ. അപ്പം പാപ്പ പിന്നീട് ഭാരതത്തിലെ നോൺസേച്ചർ വഴി എനിക്കൊരു കത്ത്, അതായത് എന്നെ കാർലോ ബ്രദർ എന്ന് പറഞ്ഞ അഡ്രസ് ചെയ്തൊരു കത്ത് തന്നിട്ടുണ്ട്. 2020 കാനോണൈസേഷൻ ബിയാറ്റിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ. അത് അന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നതാണ്.
ഞാൻ ആ ചെയ്യുന്ന കാർലോ ബോയ്സ് മാഗസിനെയൊക്കെ അഭിസംബോധന ചെയ്ത് അതിന് എല്ലാ അനുഗ്രഹങ്ങളും പാപ്പ ഇന്ത്യൻ വത്തിക്കാൻ നോൺസേച്ചർ വഴി എനിക്ക് അയക്കുകയും ചെയ്തു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വഴി അയക്കുകയും ചെയ്തു തരുന്നതാണ്. അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടാണ് എനിക്ക് അവിടെ കയറുവാനും. ഞാൻ പൊളോണയിൽ പിയർ ജിയോർജിയോയുടെ വീട്ടിൽ പൊളോണയിൽ ചെന്നിട്ട് അവിടെ അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് എന്നെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്ത്, ഇവിടെ ഇടുക്കി ജില്ല പോലെ ഒരു സ്ഥലമാണ് ഈ പൊളോണെ, ഈ പിയർ ജിയോർജിയോ താമസിച്ച വീട്. അന്ന് എന്നെ കൊണ്ടുപോവുകയും അവരുടെ വീട്ടിൽ അന്ന് അതും യാദൃശ്യമായിട്ട് അന്ന് വൈകിട്ട് തന്നെ ഞാൻ തിരിച്ചു പോരായിരുന്നായിരുന്നു. പക്ഷെ തിരിച്ചു പോരുന്ന സമയത്ത് ട്രെയിൻ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് പൊളോണയിൽ അവിടുത്തെ ഇവരുടെ എല്ലാം നോക്കുന്ന ഒരാളും കൂടെ എന്നെ തിരികെ വന്ന് പിക്ക് ചെയ്ത് പിയർ ജിയോർജിയോയുടെ മുറിയിൽ അന്ന് എന്നോട് കിടന്നാൻ പറഞ്ഞു. അന്നേരം പിയർ ജിയോർജിയോയുടെ ചേച്ചിയുടെ മക്കള് 4 പേരുണ്ട്. ആ 4 പേർക്കും എന്നെ ഭയങ്കര കാര്യമാണ്. അവരുടെ തലേദിവസം ഗ്രിഗോറിയാനയിൽ ഞാൻ ഈ നാമകരണ ചടങ്ങിന്റെ തലേദിവസം 6-ാം തീയതി വൈകിട്ട് 6 ഗ്രിഗോറിയാന യൂണിവേഴ്സിറ്റിയിൽ ഈ കാർഡിനൽസും ബിഷപ്സും എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവരുടേതായ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തപ്പോൾ അവിടെ വചനം പ്രസംഗിക്കാനും ഇവരുടെ ലൈഫിനെ പറ്റി ഒരു റിട്രീറ്റ് റിഫ്ലക്ഷൻ കൊടുക്കാനും എനിക്കൊരു അവസരം കിട്ടി. അപ്പോൾ അത് ഇവരുടെ ഒരു പ്രത്യേകം ക്ഷണപ്രകാരമാണ് പോയത്. പിന്നീട് ഇപ്പോഴും ജനുവരിയിൽ തന്നെ പല രൂപതകളിലേക്കും ഇത് കേട്ടതിന് ശേഷം കാർഡിനൽസ് ഇവരെ പറ്റിയുള്ള ലൈഫ് ഷെയർ ചെയ്യാനും റിഫ്ലക്ഷൻ ധ്യാനം യൂത്തിനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാനായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ അവസരങ്ങൾ ടെറാന്തോ ഡയസിസ്, ടൂറിൻ ഡയസിസിലൊക്കെ കിട്ടിയിട്ടുണ്ട്. വിശുദ്ധ കാർലോയുടെ വീട്ടിൽ പോയ അനുഭവം ഉണ്ടായല്ലോ. അപ്പോൾ കാർലോയുടെ ഇപ്പോൾ സഹോദരൻ 2010 ജനിച്ച ഇരട്ട സഹോദരി ഈ രണ്ടുപേരുടെ പ്രതികരണം എന്തായിരുന്നു ചേട്ടനെ കുറിച്ച്? അതായത് രണ്ടുപേരെന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരിൽ ആ സഹോദരിക്ക് ഒരു അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്, വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. ആ സഹോദരൻ എന്ന് പറയുമ്പോൾ ഹമ്പിളാണ്, സിമ്പിളാണ്. പക്ഷേ അദ്ദേഹം തന്നെ ഇത്രയും സ്പിരിച്വലി ഉയർന്നൊരു മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല. സ്പിരിച്വലി അവർ വരുന്നതേ ഉള്ളൂ അവരുടെ ആ ഒരു. പക്ഷെ കാർലോയുടെ അത്രയും സ്പിരിച്വലി ഗിഫ്റ്റഡ് ആണെന്ന് നമുക്ക് രണ്ടുപേരും പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ അമ്മ എനിക്ക് ഉറപ്പുണ്ട്, ആ അമ്മ മരിച്ചുപോയി കഴിഞ്ഞാൽ അമ്മയും വിശുദ്ധയാവും തീർച്ചയായിട്ടും. അത്രയും ആ മകനിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് ഒത്തിരിയധികം പേർക്ക് ഇപ്പോഴും മാനസാന്തരത്തിന് കാരണമായി അമ്മ മാറുന്നുണ്ട്. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടതാണ്, അതായത് കാർലോയുടെ പേരിൽ കേരളത്തിൽ പുതിയ ദേവാലയം വരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ ദേവാലയം എന്നുള്ളതാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അതിനെ പറ്റിയുള്ള അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? കാർലോ അക്വിറ്റീസ് വാഴ്ത്തപ്പെടാനായ സമയത്ത് 2023 ബ്രസീലിൽ, അന്ന് മിലാനിലെ ഒരു പുരോഹിതൻ അവിടുത്തെ ബിഷപ്പായിരുന്നത്. അപ്പോൾ ബ്രസീലിലെ അവിടെ സാന്തോ അമോറോ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2023 കാർലോയുടെ പേരിൽ തന്നെ വാഴ്ത്തപ്പെട്ടവനായ സമയത്ത് തന്നെ ഒരു ഇടവക ദേവാലയം സ്ഥാപിച്ചു. വാഴ്ത്തപ്പെട്ട 2023. അതാണ് കാർലോയുടെ പേരിലുള്ള ലോകത്തിലെ ആദ്യ ദേവാലയം. അതിനുശേഷം അർജന്റീനയില് കാർലോയുടെ അമ്മ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പ്രോജക്റ്റ് അപ്രൂവ് ചെയ്തിരുന്നു. അവിടെ ഈ കാർലോയുടെ ടൂംബ് ഇരിക്കുന്ന അതേ ദേവാലയത്തിന്റെ രീതിയിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്തൊരു പള്ളിയുണ്ട് അർജന്റീനയില്. അതായത് ബ്യൂണസ് അയേഴ്സിന്റെ ആർച്ച് കീഴിലുള്ളതാണ്. അത് 2ാമത്തെ ദേവാലയം. പിന്നീട് 3ാമതാണ് നമ്മുടെ ഈ പള്ളിക്കര ദേവാലയം. ഭാരതത്തിലെ പ്രഥമ ദേവാലയം എന്ന് നമുക്കതിന് പറയാൻ സാധിക്കും. അതേസമയം കാർലോ അക്വിറ്റസ് വിശുദ്ധനായതിനു ശേഷം, വിശുദ്ധനായി കഴിഞ്ഞതിന് ശേഷം ആദ്യ ദേവാലയം എന്ന് പറയാൻ പറ്റും. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, കാർലോയുടെ ഒരു മ്യൂസിയം കേരളത്തിൽ തുടങ്ങാൻ, ചെറുപ്പങ്ങൾ അല്ലെ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോ അതിനെ കുറിച്ചൊന്ന് പറയാമോ? 2022 കാർലോ വാഴ്ത്തപ്പെട്ടവനായപ്പോഴാണ് കാർലോയുടെ അമ്മ ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചത്. നമുക്കൊരു മ്യൂസിയം, അതായത് അവിടെ അസീസിയിലൊക്കെ എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് അസീസി ഉണ്ട്, ക്ലാരയുണ്ട്, അവരുടെയൊക്കെ മ്യൂസിയം ഉണ്ട്. എൻ്റെ മകൻ്റെതായ ഒരു മ്യൂസിയം നമുക്ക് അവിടെ കോർഡിനേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അവിടെ നോക്കിയാൽ അവിടെ ഒരു മ്യൂസിയം ഇല്ല, കാർലോയുടെ പേരിലൊരു മ്യൂസിയം അസച്ചില്ല. നമുക്ക് അത് എവിടെയെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം വന്നപ്പോൾ കാർലോയുടെ അമ്മേനോട് ചോദിച്ചു, അത് നമുക്ക് ഇന്ത്യയിലായിക്കൂടായില്ല, ഇന്ത്യയിലല്ലേ വിശ്വാസം, ഒത്തിരി വിശ്വാസികളുള്ളതല്ലേ. അപ്പം ഞാനങ്ങ് അന്ന് എന്താ അമ്മേ, ഞാൻ എന്നെക്കൊണ്ടാവുന്നത് ചെയ്യാം, ഞാൻ പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു, കാർലോയുടെ അമ്മയുടെ ആഗ്രഹം പറഞ്ഞു. പക്ഷെ അന്ന് കാർലോ ഇത്രയും ഫേമസ് ആയിട്ടില്ല, വാഴ്ത്തപ്പെടാനായെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ജീവിതം ഒത്തിരി നമ്മുടെ കേരളത്തിലേക്ക് അധികം അട്രാക്ഷൻ ആയിട്ടില്ല. പിന്നീട് അപ്പം ഞാൻ പലരുമായിട്ട് പങ്കുവച്ചു. അതിൻ്റെ വെളിച്ചത്തിലാണ് ചേർപ്പങ്കലിൽ ഒരു ഫിലിപ്പ് മഠത്തിൽ എന്ന് പറഞ്ഞൊരു ഫാമിലി നമുക്ക് ലാൻഡ് പ്രൊവൈഡ് ചെയ്തത്. കാർലോ അക്വിറ്റീസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് കാർലോയുടെ അമ്മയാണ് അതിൻ്റെ പ്രസിഡന്റ്. അതിനുശേഷം അതിൻ്റെ ഡയറക്ടറായിട്ട് എന്നെ വെച്ചിട്ട് ഞാൻ പുരോഹിതനാൻ പോയ സമയങ്ങളിലെല്ലാം എൻ്റെ പപ്പായ കൊണ്ടാണ് ബാക്കിയെല്ലാം കാർലോയുടെ അമ്മ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഇവിടെയെല്ലാം കാര്യങ്ങൾ.
അപ്പം നമുക്ക് കാർലോ അക്വിറ്റീസ് ഫൗണ്ടേഷന് വേണ്ടി ഒരു ഏക്കറോളം അടുത്ത ലാൻഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. ഇവിടെ കാർലോയുടെ തന്നെ മ്യൂസിയം പ്ലസ് അതിനകത്ത് യൂക്കറിസ്റ്റിക് മിറാക്കിൾസുകൾ ഉണ്ടാവും. യൂക്കറിസ്റ്റിക് മിറാക്കിൾസ്, മരീൻ അപ്പാരേഷൻസ്, ഇതെല്ലാം നമുക്ക് ഓഡിയോ ലൈബ്രറി ഉണ്ടാകും, വീഡിയോ വിഷ്വൽ ഉണ്ടാകും, പിന്നെ ഇതിൻ്റെ റിലിക്സ് ഉണ്ടാകും. ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ട് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മൾ ആ മ്യൂസിയം ചെയ്യാനിരിക്കുന്നത്. നമ്മളതിൻ്റെ ആരംഭത്തിലായി ഇപ്പം പരിശുദ്ധ പിതാവിനെ കൊണ്ട് തറക്കല്ല് കാർലോയുടെ അമ്മ തന്നെ വെഞ്ചരിപ്പിച്ചു തന്നു. ആ തറക്കല്ല് വെഞ്ചരിച്ച് നമ്മളത് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുകയാണ്, പണികളെല്ലാം ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് എൻ്റെയോ നമ്മുടെ ഈ കേരളത്തിലുള്ള ഒരാളുടെ ആഗ്രഹമല്ല. അവിടെ സാധിക്കാത്തത് ഇവിടെ സാധിക്കുകയാണെങ്കിൽ അതും ഏറ്റവും ഉചിതമായൊരു സ്ഥലമാണ് ദൈവം ഞങ്ങൾക്ക് തന്നതെന്ന് പറയാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൽഫോൺസാമ്മയുടെ കബറിടം അടുത്തുണ്ട്. അതിനോടടുത്ത് തന്നെ നമ്മുടെ രാമപുരം കുഞ്ഞച്ചനുണ്ട്, ചാവറേശനുണ്ട്. അത് ഹൈവേ തന്നെയാണ് നമുക്ക് ഈ ലാൻഡ് കിട്ടിയിരിക്കുന്നത്. അച്ഛാ, ഈ മ്യൂസിയത്തില് നിത്യാരാധന ചാപ്പൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? അത് ആസച്ച് അങ്ങനെ നമുക്ക് പറയുമ്പം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ യൂത്ത് എന്ന് പറയുമ്പോൾ അവര് ഒന്ന് ഈവനിങ് പിക്നിക് സ്പോട്ടൊക്കെ ആയിരിക്കും നോക്കുന്നത്. അപ്പൊ ഇതിന്റെ അടുത്തെന്ന് പറയുമ്പം നമുക്ക് യൂക്രിസ്റ്റിക് ഈശോയെ എക്സ്പോസ് ചെയ്ത് അഡോറേഷൻ നടത്താനുള്ളൊരു പോസിബിലിറ്റി നമ്മൾ വെക്കുന്നില്ല. കാരണം നേരെ മറിച്ച് അതാണ് ഫൈനൽ, നമ്മുടെ സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ദ ലൈഫ്, അതാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള എല്ലാം ചൂണ്ട് പലകകളായിരിക്കും ഇതിനകത്തുള്ളത്. എന്ന് വെച്ചാൽ യൂക്രിസ്റ്റിക് മിറാക്കിൾസ് 143 ലോകത്ത് നടന്നതും അതിൻ്റെ എല്ലാ തെളിവുകളും, അതിൻ്റെ ഓഡിയോ വിഷ്വൽസ്. അപ്പം അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിട്രീറ്റ് അനുഭവമായിരിക്കും. അവരുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ. കാരണം അവർക്ക് ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ആ ഇൻസിഡൻറ്റ് വ്യക്തമായിട്ട് അവരുടെ ഭാഷ സെലക്ട് ചെയ്യാൻ ആ ഭാഷയിൽ കേൾക്കാം. അതെങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന ഒരു ധ്യാനം കൂടി എക്സ്പീരിയൻസാണ്. അപ്പം 1 day സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ അതിനടുത്ത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഈ കാർലോയുടെ ജീവിതത്തിൽ കാർലോ എങ്ങനെ ജീവിച്ചു നമുക്കറിയാം. എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഞങ്ങളിത് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആ മരം അവിടെ അത്തിവൃക്ഷമൊക്കെ ഉണ്ട്, മരങ്ങളെല്ലാം അതേപടി കീപ്പപ്പ് ചെയ്യുക, ഒന്നും തന്നെ മാറ്റുന്നില്ല. എന്ന് വെച്ചാൽ ആ ബിൽഡിങ് മാത്രം വരുന്നു, ആ ആളുകൾക്ക് വരുമ്പോൾ അതിന് തൊട്ടടുത്ത് കൂടെ മീനച്ചിലാർ ഒഴുകുന്നത്, മീനച്ചിലാറിൻ്റെ ആ ഭംഗി ആസ്വദിക്കാനും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ അച്ഛൻ്റെ മിനിസ്ട്രിയെ കുറിച്ചൊന്ന് 2 വാക്ക് പറയാമോ? ഞാൻ ഇപ്പം തന്നെ 102 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് വിശുദ്ധരെ പറ്റി. അന്ന് തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ചടങ്ങിന് ശേഷം കാർഡിനൽ സെറാറോ, അദ്ദേഹം വിശുദ്ധരെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൻ്റെ പ്രീഫെക്റ്റാണ്. അദ്ദേഹം എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബുക്ക് പ്രകാശനം ചെയ്തു. അതിങ്ങനെ എഴുതിയിരിക്കുന്നത് ബിയാറ്റിറ്റ്യൂഡ്സ് ഓൺ ദ മൗണ്ടൻ ആൻഡ് വെബ്. അത് കാർലോയെ പറ്റിയും പിയർ ജിയോർജിയെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ഈ ഫ്രസാത്തിയുടെ ജീവിതം കൂടുതൽ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഫ്രസാത്തിയുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ പുരോഹിതനായതിനു ശേഷവും അതിനു മുമ്പും കേരളത്തിലുടനീളമൊക്കെ നമ്മൾ സഞ്ചരിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയ വീട് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. കാരണം ഏറ്റവും ധനികരായ ഒരു കുടുംബമാണ് പിയർ ജിയോ ഫ്രസാത്തിയുടെ വീട്. അപ്പോൾ ആ വീട് കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. നമ്മുടെ നാട്ടിൽ ഒരു കോടീശ്വരൻ്റെ ഒരു ഫാമിലി പോലും അത്രയും വലിയ വീട്ടിൽ. കാരണം അദ്ദേഹത്തിൻ്റെ അപ്പൻ ജർമ്മൻ അംബാസിഡർ ആയിരുന്നു. അപ്പം ഈ ചെറുപ്രായത്തിൽ അദ്ദേഹം 18 വയസ്സിലെ ഡയറിയിൽ എഴുതി വെച്ചു, എനിക്ക് കൂടുതൽ ഈശോയെ സ്നേഹിക്കണം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഈവൻ ടെംപ്റ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്. ഈ 2 പേരുടെ ലൈഫിൽ അസാധാരണമായ ഒരു കാര്യം ഞാൻ വേറെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ വേൾഡ്ലി തിങ്സിനോടുള്ള അട്രാക്ഷൻസ് ഇവർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ കാർലോയ്ക്ക് തന്നെ ഞാൻ കാർലോയുടെ ആദ്യ നൊവേന മലയാളത്തിലേക്ക് ഞാൻ എഴുതിയപ്പോൾ അതിനകത്ത് ഞാനൊരു സ്പെഷ്യലായിട്ടൊരു പ്രാർത്ഥന എഴുതി വെച്ചു. അതായത് ശാരീരിക ശുദ്ധി കാത്തു സൂക്ഷിക്കാനായി കാർലോ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ മിഖായിലിനോടുള്ള പ്രാർത്ഥന. കാരണം ശാരീരിക ശുദ്ധിക്കെതിരായ പാപങ്ങൾ വരാനുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ കാർലോ വിശുദ്ധ മിഖായിലിനോടായിരുന്നു സഹായം ചോദിച്ചുകൊണ്ടിരുന്നത്. ഇവൻ അമ്മയോട് പറയും, എനിക്ക് കാർലോ പറയുന്ന ഒരു കാര്യം, കാർലോയ്ക്ക് ആ സമയത്ത് ഒരു പെണ്ണിനോട് അഫെയർ തോന്നി. അമ്മയോട് എന്ന് പറഞ്ഞു. അമ്മ അന്നേരം ചിരിച്ചുകൊണ്ട് ഇതൊക്കെ ഈ പ്രായത്തിൻ്റെ ഇടാന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ അന്നേരം പോലും അതിനെ അതിജീവിപ്പിക്കാനുള്ള ഒരു ശക്തി ദൈവം കൊടുക്കുക. കാരണം വെച്ചാൽ അതല്ല ലോകം ഈ ചെറുപ്രായത്തിൽ പഠിക്കുകയാണ് അവൻ്റെ ഉദ്ദേശം, ദൈവത്തിന് വേണ്ടി വേല ചെയ്യാണ്. അങ്ങനെ പറഞ്ഞ ആ ഒരു അഫെയർ അവൻ മാറ്റിവെക്കുകയാണ്. അത് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പേരുടെയും ലൈഫിൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. 2 പേരും ചെന്ന് ഈ അഫെയർ ഉള്ള പെണ്ണുങ്ങളോട് പറയുക, എനിക്ക് നിന്നെ എൻ്റെ സഹോദരിയായിട്ട് കാണാനേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയ രസം എനിക്ക് ഒരു അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് പിയർ ജിയോർജിയുടെ കാര്യത്തില്ല. പിയർ ജിയോർജിയോ മല കയറുന്നതാണ്, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, പർവ്വതാരോഹകനാണ്. അപ്പം ഈ മൗണ്ട് ട്രെക്കിങ്ങിന് പോകുന്ന സമയത്ത് കൂടെ ഈ ലവർ പോയി ഒരു ദിവസം എനിക്ക് പുള്ളിക്കാരത്തി പറഞ്ഞു ഭയങ്കര തണുപ്പാ, നമുക്ക് കുറച്ചു നേരം കടന്നുറങ്ങാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. ഇപ്പം
ഈ പുള്ളിക്കാരത്തോട് ആ സമയത്ത് തന്നെ പിയർ ജോർജ് പറയാ, എൻ്റെ വിളി ഇതല്ല, ഇന്നു മുതൽ നീ എൻ്റെ സഹോദരിയാട്ടോ. അപ്പൊ ആ മുഖത്തടിക്കുന്ന രീതിയിൽ അപ്പം അത് പറയുമ്പോഴേക്കും ആ സഹോദരിയുടെ പിന്നീടുള്ള ആർട്ടിക്കിളൊക്കെ ഞാൻ വായിക്കാനില്ലായിരുന്നു. മരിച്ചുപോയ പുള്ളിക്കാരത്തി. ആ പുള്ളിക്കാരത്തി പറയാണ്, അന്ന് പിയർ ജോർജ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എൻ്റെ ജീവന് തുല്യമായിട്ടാണ് പിയർ ജോർജിയെ കൊണ്ടു നടന്നത്. ആ ജീവന് തുല്യമായിട്ട് കൊണ്ടുപോയ ആൾ എന്നോട് പറയുകയാണ്, ഇന്നു പോലെ എന്നെ സഹോദരിയാണ് നീ എന്ന് പറഞ്ഞു. അതാണ് അവർക്ക് ആ ഒരു ഫീലിയൽ ലവ് ഈശോടുണ്ടായിരുന്നു. അതിൽ നിന്ന് വേർതിരിക്കുന്ന പല കാര്യങ്ങളും അവരെ അലട്ടിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ അതിനെ എതിർക്കാൻ വേണ്ടി, അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയുള്ള മീഡിയമായിട്ട് അവർ കരുതിയിരുന്ന പരിശുദ്ധ കുർബാനയും ജപമാലയാണ്. രണ്ടുപേരെയും എപ്പോഴും പരിശുദ്ധ കുർബാനയും ജപമാലയും മാത്രമാണ് ഇവരുടെ ഏറ്റവും വലിയ ആയുധം. തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്തിൽ പരിശുദ്ധ കുർബാനയും ജപമാലയില്ലാതെ ജീവിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഇത് കാർലോയുടെയും പിയർ ജോർജ് ഫ്രസാറ്റിയുടെ ജീവിതം ഇതിന് വലിയൊരു മാതൃകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ടെംപ്റ്റേഷൻ ഇല്ലാത്ത ആൾക്കാർ ലോകത്തിൽ തന്നെ വളരെ കുറവായിരിക്കും. ഇനി ഇല്ലെങ്കിൽ തന്നെ ഒരു പക്ഷേ അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2025 സെപ്റ്റംബർ 7 കാർലോയെ, വാഴ്ത്തപ്പെട്ട കാർലോയെ വിശുദ്ധനാക്കി, അതുപോലെ തന്നെ പിയർ ജോർജ് ഫ്രസാറ്റി വിശുദ്ധനാക്കുന്ന ചടങ്ങുകളായിരുന്നല്ലോ. അപ്പോൾ അന്ന് പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയുടെ കൂടെ സഹകാർമ്മികനായിട്ട് അച്ഛനും ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം കണ്ടിരുന്നു. അത് അച്ഛൻ എങ്ങനെ അതിലേക്ക് സഹകർമ്മികനായിട്ട് എങ്ങനെ വരാൻ സാധിച്ചു, അതുപോലെ അച്ഛന്റെ അനുഭവങ്ങൾ എന്തായിരുന്നു? ഏപ്രിൽ 27 കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനിരുന്ന ചടങ്ങ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ വിസ അപ്ലൈ ചെയ്യാൻ എംബസിയിൽ കൊടുത്തിരുന്നു. ആദ്യം എംബസിയിൽ എൻ്റെ വിസ റിജക്റ്റ് ആയി. വീണ്ടും ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ 20-ാം തീയതി എൻ്റെ വിസ റിജക്റ്റ് ആയ എൻ്റെ ലെറ്റർ എനിക്ക് ആദ്യം കിട്ടിയത്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം സഹകാർമ്മികനാകാനുള്ള അവസരം ആദ്യം കിട്ടിയത്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിന് പോകാൻ വേണ്ടി വളരെ ആഗ്രഹത്തോടെ ഇരിക്കുകയാണ്. അത് കാർലോയുടെ അമ്മയും ഇനിഷ്യേറ്റീവ് എടുത്താണ് എന്നെ വിളിച്ചത്. അപ്പോൾ അത് റിജക്റ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. വീണ്ടും എനിക്ക് മുമ്പിൽ ഒരു പോസിബിലിറ്റി ഉള്ളു, അതായത് 20-ാം തീയതി പോയി കഴിഞ്ഞാൽ എനിക്ക് അപ്പോയിൻമെന്റ് എംബസിയിൽ വീണ്ടും കിട്ടിയേക്കുന്നത് 25-ാം തീയതിയാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് എൻ്റെ വിസ അടിച്ചു കിട്ടണം. അപ്പം ഞാൻ ഇന്ത്യൻ ഗവൺമെന്റിൽ അറിയാവുന്നവരെയൊക്കെ ഹോൾഡ് ചെയ്ത് ഒന്ന് നോക്കി. അപ്പം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എംബസിയിൽ അപ്പോയിൻമെന്റ് കിട്ടി, 25-ാം തീയതി ഞാൻ പോവാം, എന്തെങ്കിലും വരട്ടെ, ദൈവം ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ. പക്ഷേ 25-ാം തീയതി ഞാൻ അപ്പോയിൻമെന്റ് കിട്ടിയത് 10 മണിക്ക്. ഞാൻ പോകുന്ന സമയങ്ങളിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ന്യൂസ് ഇതാണ്, പരിശുദ്ധ പിതാവിൻ്റെ മരണത്തെ പറ്റിയാണ് കേട്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം കാർലോ ഇനി വിശുദ്ധനാകാൻ ലേറ്റ് ആവുമല്ലോ, പരിശുദ്ധ പിതാവ് മരിച്ചില്ല. അപ്പം അങ്ങനെ വന്നപ്പം വീണ്ടും ഞാൻ കാർലോയെ വിശുദ്ധനാക്കുന്ന ഡേറ്റിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നാലും കാർലോയുടെ അമ്മ പറഞ്ഞു താമസിക്കാതെ ഉണ്ടാകും, എംബസി പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറയും. ആദ്യം ഞാൻ ഫ്രാൻസിൻ്റെ വിസയാണ് അപ്ലൈ ചെയ്തത്, റിജക്റ്റായി. സ്വിറ്റ്സർലൻഡിലെ അപ്ലൈ ചെയ്തു, റിജക്റ്റായി. അപ്പം കാർലോയുടെ അമ്മ ഇത് രണ്ടും റിജക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഇനി കിട്ടുമോ, അടുത്തതിനും ചടങ്ങിന് വിളിച്ചിട്ടുണ്ട്. അപ്പം പോകാനുള്ള അവസരം കിട്ടിയ ആർക്കും കിട്ടാത്തൊരു അവസരമാണല്ലോ. അപ്പം എംബസി പോകുന്നതിന് മുമ്പ് എനിക്കുണ്ടായൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 റിജക്റ്റായി, അടുത്തത് കിട്ടിയില്ലെങ്കിൽ പിന്നീട് എനിക്ക് ആ വർഷം പോകാൻ പറ്റത്തില്ല എംബസിയുടെ റൂൾസ് അനുസരിച്ച്, ഷെങ്കൻ വിസയ്ക്ക്. അപ്പം ഞാൻ ആ തവണ അപ്ലൈ ചെയ്തത് ഓസ്ട്രിയയിൽ എൻ്റെ ഒരു ആൻറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, ജാസ്മിൻ എന്ന് പറഞ്ഞ UN വർക്ക് ചെയ്യുന്നുണ്ട്. ആൻറ്റിയുടെ ഡീറ്റെയിൽസും പാസ്പോർട്ട്സും എല്ലാം അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്തു. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് പോസിബിലിറ്റി കൂടി, ഷെങ്കൻ വിസ കിട്ടാൻ വേണ്ടി പോസിബിലിറ്റി കൂടി. അപ്പം ഞാൻ ഓസ്ട്രേലിയയിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോയാൽ മതി. അപ്പം പോകുന്നതിന് മുമ്പ് എനിക്കുണ്ടായൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അക്കൗണ്ടിൽ 4 ലക്ഷം രൂപ കാണിക്കണം. നമ്മളൊരു മിഷൻ പുരോഹിതനായാലും നമ്മളെ കൊണ്ട് അത്ര ഒന്നും ഉണ്ടാക്കാൻ അക്കൗണ്ടിൽ കാണിക്കാൻ പാടാണ്. 2 ലക്ഷം രൂപയാണ് വീട്ടിൽ നിന്ന് വന്നതെല്ലാം കൂടെ കൂട്ടി 2 ലക്ഷം രൂപ വെച്ച് അതേ കാണിക്കാം. അപ്പം ഒരാൾ ഇട്ട് തരാമെന്ന് പറഞ്ഞു, താൽക്കാലികമായിട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞു. പോകേണ്ടതിൻ്റെ തലേ ദിവസം എന്നോട് വിളിച്ചു പറയാം, അച്ഛാ അത് ആയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഈശോ ആഗ്രഹിക്കുന്നില്ലായിരിക്കും, 2 തവണ റിജക്റ്റ് ആയില്ലേ. എങ്കിലും ഞാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാർലോയോട് ഞാൻ പറഞ്ഞു, കാർലോയെ ഞാൻ അവിടെ വരണമെന്ന് നിന്റെ ആഗ്രഹമാണെങ്കിൽ നീ അത് സാധിച്ചു തരണം പറഞ്ഞു. അതിശയം എന്ന് പറയുന്നത്, US ഒരു ആൻറ്റീനെ വിളിച്ചിട്ട് എനിക്ക് 2 ലക്ഷം രൂപ, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൻറ്റി വിളിച്ചിട്ട് 2 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പറഞ്ഞു, അച്ഛാ ഇതിപ്പം കിടക്കട്ടെ, അച്ഛൻ്റെ കൈ കടന്നിട്ട് അച്ഛൻ ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു തന്നാൽ എന്ന് പറഞ്ഞു. ഒരു ഈടും ഇല്ലാതെ എനിക്ക് ചുമ്മാ എനിക്ക് ആ 2 ലക്ഷം രൂപ ആൻറ്റി തന്നു. ലീസ എന്ന് പറയുന്ന ഒരു ആൻറ്റി തന്നു. അത് വെച്ച് ഞാൻ എംബസി പോയപ്പോഴും വീണ്ടും എനിക്ക് പേടിയാണ്, റിജക്റ്റ് ആകുമെന്ന് പേടിയാണ്. 2 റിജക്റ്റ് ആയി, ഇനിയും റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് പോകാൻ പറ്റത്തില്ല ഇദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവിക്ക്. കാർലോയുടെ അത്ര ഒരു വാക്യം പറഞ്ഞല്ലോ, ഈ വിസ മേടിക്കാൻ വീണ്ടും ഞാൻ ചെന്ന സമയത്ത് പേടിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്.
ആ വിസ ആ സമയത്ത് അപ്രൂവായി അവിടെ ചെന്നതിന് ശേഷം ഞാൻ ഓസ്ട്രേലിയ ചെന്നിറങ്ങി. അതിനുശേഷമാണ് ഞാൻ റോമിൽ ചെല്ലുന്നത്. റോമിൽ ചെന്ന് അവിടെ ഒരു ദിവസം കാർലോയുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്തു, ഒരു ദിവസം പിയർ ജോർജിയുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം അസീസിയിലെ കാർലോ ടൂമ്പിൽ പോയി. ഇതിനിടയിലാണ് നാമകരണ ചടങ്ങിൻ്റെ സമയത്ത് അന്ന് ഒരിക്കലും കിട്ടാത്തൊരു സൗഭാഗ്യമായ ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയിൽ പരിശുദ്ധ പിതാവിനെ നേരിൽ കാണുക. നമുക്കറിയാം, ഈവൻ ഗാന്ധിജി, അപ്പം എൻ്റെ മനസ്സിൽ നമ്മൾ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുള്ള സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേട്ടൊരു കഥയുണ്ട്. ഗാന്ധിജി റോമിൽ ചെന്ന് പാപ്പായെ കാണാൻ പോയപ്പോൾ യു ആർ നോട്ട് വെൽ ഡ്രസ്ഡ് എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട കഥ. അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ട്. അപ്പം നമ്മുടെ ഭാരത പിതാവിന് അങ്ങനെ പറ്റി. അപ്പം നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ തോന്നി. അന്ന് ആ ബലി അർപ്പിച്ചതിന് ശേഷം അതിന് മുമ്പ് ഞാൻ കാർലോയുടെ അമ്മ കയറുന്നതിന് മുമ്പ് തന്നെ കാർലോയുടെ അമ്മയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തതെല്ലാം ഭയങ്കര വൈറലായ ഒരു ഫോട്ടോയാണ്. കാർലോയുടെ അമ്മയുടെ കൂടെ ഞാൻ എടുത്ത ഫോട്ടോയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എന്ന് പറയുമ്പം ജീവിതത്തിൽ ഒരിക്കലും, ഇപ്പം ഞാൻ പറയുന്നില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഹിതനായതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പുരോഹിതനായി ആ പുരോഹിതനിൽ അപ്പുറം ചിന്തിക്കാൻ അപ്പുറം വലിയ ആഗ്രഹം എനിക്കില്ല. അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. ആ ആഗ്രഹത്തോടുകൂടെ എനിക്ക് ദൈവം നൽകിയൊരു സമ്മാനമായിട്ടാണ് ഞാനിതിനെ കരുതുന്നത്. കാരണം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒത്തിരിയധികം പ്രശ്നങ്ങളുടെയും വിഷമങ്ങളുടെയും സഹനങ്ങളുടെയും ഞാൻ വന്നത്. എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ആ സാഹചര്യങ്ങളൊക്കെ ഒത്തിരി അധികാരികൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് ഈ കാർലോയെ പ്രതി കാർലോയുടെ പുസ്തകം എഴുതിയ സമയത്ത് എന്നോട് ഒരു പുരോഹിതൻ പറഞ്ഞ, എന്നെ പഠിപ്പിച്ചിരുന്നൊരു പ്രൊഫസർ എന്നോട് ദേഷ്യത്തിൽ പറഞ്ഞ, നമുക്ക് പറ്റിയൊരു വിശുദ്ധനല്ല ഇത്. നമുക്ക് നമ്മുടെ ട്രഡീഷന് പറ്റിയ വിശുദ്ധരൊരു കുഞ്ഞച്ഛനുണ്ട്, ചാവറച്ചനുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ ലൈഫ് അച്ഛൻ എഴുത്, ഈ പയ്യനെ അത് നമ്മുടെ കൾച്ചറിനോട് ചേർന്നല്ല എഴുതരുതെന്ന് പറഞ്ഞതിനെ റിജക്റ്റ് ചെയ്ത് എന്നോട് വഴക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് സമയങ്ങളിലൊക്കെ. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് ഇപ്പം എല്ലാവരും കാർലോയെ വിശുദ്ധനായി കാണുമ്പോൾ അതിൻ്റെ പുറകിൽ ഒത്തിരിയധികം സഹനങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇവൻ കാർലോയുടെ അമ്മ ഏറ്റവും കൂടുതൽ സഹനം സഹിച്ചേക്കുന്നത്. കാർലോയുടെ അമ്മ പോസ്റ്റേറ്റ് ജനറൽ. കാരണം ഇദ്ദേഹത്തിനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫാബിയോ എന്ന് പറഞ്ഞൊരു അച്ഛൻ, ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്ത് പിശാച് പല രീതിയിലും ഈ വിശുദ്ധനെ കത്തോലിക്ക സഭയ്ക്ക് തരാതിരിക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം ജീൻസും ടീഷർട്ടും ധരിച്ച ഒരാൾ അൽത്താരയിൽ ആലേഖനം ചെയ്യും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇടവ വികാരിച്ചൻ ജീൻസും ടീഷർട്ടും ഇട്ടുകൊണ്ട് പള്ളിയിൽ കയറാൻ സമ്മതിക്കത്തില്ല. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജീൻസും ടീഷർട്ടും ഇല്ല. ആ അച്ഛനെ പിന്നീട് ഒരിക്കലും ഞാൻ കണ്ടപ്പോൾ അച്ഛൻ ഇപ്പം അന്ന് എന്നോട് അന്ന് ഞാൻ ചെറുപ്പത്തിൽ പറഞ്ഞ കാര്യം അച്ഛൻ്റെ ചോദിച്ചു വെച്ചാൽ, ഇപ്പം ജീൻസും ടീഷർട്ടും നിൽക്കുന്ന ആളെ നമ്മൾ ആൾക്കാരെ വരുമ്പോൾ കാലം മാറിപ്പോയാൽ ഓക്കെ. ഞാനും ഓർക്കുന്നുണ്ട് ചെറുപ്പകാലത്തൊക്കെ TV ഒരു വിഷമാണെന്നൊക്കെ കാലഘട്ടത്തില്. അപ്പോ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ തെറ്റാണെന്ന് പറഞ്ഞൊരു പഠിപ്പിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിരിക്കാം. ഇപ്പൊ കാലം മാറി, പോലെ സ്ലീവ് പറയുന്ന പോലെ കാലത്തിനനുസരിച്ചുള്ള ചിന്തകളിലേക്ക്, നമ്മൾ വിശ്വാസത്തിന്റെ ചിന്തകളിലേക്ക്, അതുപോലെ തന്നെ അതേസമയം കോറായിട്ടുള്ള സ്പിരിച്വൽ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കാലത്തിനനുസരിച്ച് മാറേണ്ടതായിട്ടുണ്ട്. അത് പോളാറാമൻ മാർപ്പാപ്പയുടെ ടീച്ചിങ് കൂടെയാണ്. നമ്മൾ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ ടൈംസ് എന്നാണ് പോളാറാമൻ പറയുന്നത്. അപ്പം നമ്മുടെ ആ കാലത്തിന്റെ സമയം അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം. മാറ്റം ഉണ്ടായാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കടുംപിടുത്തം വെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് തന്നെയുള്ള ഈ തലമുറ മാത്രം ദേവാലയത്തിൽ ഇപ്പം വരുന്നുണ്ട്. ഈ പ്രായത്തിൽ അപ്പച്ചന്മാരും അമ്മച്ചിമാരും, ഇവരുടെ കാലശേഷം ഈ മക്കളൊക്കെ ദേവാലയത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ കടുംപിടുത്തം പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഇവരുടേതായ രീതിയിൽ അങ്ങ് പോവുകയുള്ളൂ. പക്ഷെ നമ്മൾ ഇവരെ കൂടെ ചേർത്ത് നിൽക്കണം. തിരുസഭ വീണ്ടും തഴച്ചു വളരണമെങ്കിൽ ഈ യുവതലമുറയെ നമ്മൾ കൂടെ ചേർത്ത് നിർത്തണം, അവരോടൊപ്പം ആയിരിക്കണം. ആ ഒരു സഭയാണ് നമ്മൾ കാർലോ ജീവിച്ചത്. ആ സഭയാണ് നമുക്ക് വേണ്ടത്. യുവജനങ്ങളോടൊപ്പം ജീവിക്കുന്ന, യുവതലമുറയെ അറിയുന്ന, യുവതലമുറയുടെ മനസ്സിനൊത്ത്. കാരണം നമ്മൾ ഡോൺ ബോസ്കോയൊക്കെ ആഗ്രഹിച്ചതാണ്. കാരണം അവർക്ക് അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട്, സ്ട്രഗിൾസ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. ഈ സ്ട്രെസ് ഉള്ള സമയങ്ങളിൽ നമ്മൾ അവരിൽ ഒരാളായിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ ചെല്ലും. പക്ഷെ നമ്മൾ പാപത്തിൽ, ഈശോ മനുഷ്യനായിട്ട് മനുഷ്യനോട് എല്ലാം ചെയ്യും, പക്ഷെ എക്സെപ്ഷൻ പാപത്തിലൊഴികെ. അപ്പം അതുപോലെ നമ്മളും അവരോടൊപ്പം നടക്കണം, അവരോടൊപ്പം സഞ്ചരിക്കണം, അവരുടെ പ്രശ്നങ്ങൾ വിഷമങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കണം. അങ്ങനെ വരുമ്പോൾ തിരുസഭ അങ്ങ് വളരും. നമ്മുടെ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് വളർന്നു വന്നിരിക്കുക, ഇവിടെയുള്ളവരെല്ലാം ഫോറിന് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ വരും ദേവാലയങ്ങൾ. നമ്മൾ വലിയ ദേവാലയങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ ദേവാലയങ്ങൾ പണിത് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ദേവാലയങ്ങളിലൊക്കെ നാളെ വരാൻ ഈ മക്കളൊക്കെ വിദേശത്താണ്. ആ ദേവാലയം കുറച്ച് നാൾ കഴിയുമ്പോൾ പുരോഹിതനും 5-6 പേരെയൊക്കെ കുർബാനയ്ക്ക് കാണുമല്ലോ. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ ട്രെൻഡ് മാറ്റണം.
നമ്മുടെ ഇവിടെ ജോലി സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. നമ്മുടെ പുരോഹിതര്, വൈദികർ, നമുക്ക് കത്തോലിക്ക സഭയിലെ വിശ്വാസം വളർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ജോലി സാധ്യതകൾ ഇച്ചിരി സാലറിയൊക്കെ കൂട്ടിക്കൊടുത്ത് അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോകുന്നവർ ഇവിടെ തന്നെ വയ്ക്കും. കത്തോലിക്ക സഭ വീണ്ടും തഴച്ചു വളരുകയുള്ള ഈ ഭാരതത്തില്. തീർച്ചയായിട്ടും. അച്ഛൻ സൂചിപ്പിക്കുന്നുണ്ടായല്ലോ കാർലോ അക്വിറ്റിസ് ഫൗണ്ടേഷനെ പറ്റി, അതിനെ കുറിച്ചൊന്ന് പറയാമോ? കാർലോ അക്വിറ്റിസ് ഫൗണ്ടേഷൻ 2013 കാർലോയുടെ അമ്മ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വിങ്, ഏഷ്യൻ വിങ്, നമ്മുടെ ഇന്ത്യയിലെ സൊസൈറ്റി റൂൾ അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ട് തന്നെ എന്നോട് അന്നേരം തന്നെ, ഞാനൊരു സെമിനാരിക്കാരനാണ്, സെമിനാരി പഠിക്കുന്ന സമയങ്ങളിൽ എന്നോട് ജസ്റ്റ് മേൽനോട്ടം വഹിക്കാൻ പറഞ്ഞു. അതിൻ്റെ ബൈലോ ഇതെല്ലാം തന്ന്, അതിൻ്റെ പപ്പ പോലീസിലാണ്. പപ്പയുടെ സഹായം കൊണ്ട് കാർലോയുടെ അമ്മ തേടി. പിന്നെ പപ്പയുടെ പപ്പയെ ഏഷ്യൻ അസോസിയേഷൻ്റെ ഒരു പ്രസിഡൻ്റായിട്ട് കാർലോയുടെ അമ്മ നിയമിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള പ്രസിഡന്റും ചെയർപേഴ്സണും കാർലോയുടെ അമ്മയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്. കാർലോയുടെ പേരിൽ എല്ലാ വർഷവും സ്റ്റുഡൻസിന് ബുക്സ്, അതിനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രീ ഡയാലിസിസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം കാർലോയുടെ പേരിൽ തന്നെ ഒരു ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോർത്തിൽ കാർലോയുടെ അമ്മ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്. അതും ഫ്രീ ഓഫ് കോസ്റ്റ് പിള്ളേർക്ക് വേണ്ടി. അതാണ് കാർലോ, അതിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ മ്യൂസിയം പണിയുന്നത്. അതിൻ്റെ നേതൃത്വത്തിൽ 1500 വിശുദ്ധരുടെ എക്സ്പോ ഇന്ത്യ മുഴുവൻ നടത്തുന്നുണ്ട്. ഫണ്ട് നമുക്കെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ 1500 വിശുദ്ധരുടെ എക്സ്പോ ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ട്രാവൽ അലവൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഇപ്പം ഞങ്ങളിപ്പം ഇടുക്കിയിലാണ് അത് ഹോൾട്ട് ചെയ്തേക്കുന്നത്, റിലിക്സ് കൈ. അവിടുന്ന് പോകുന്ന ആ ട്രാവൽ അലവൻസ് അച്ഛന്മാരോട് ഞങ്ങൾ അതേ പറയുള്ളൂ. അതിൻ്റെ എക്സ്ട്രാ തന്നു കഴിഞ്ഞാൽ അന്നേരം അത് തിരിച്ചു കൊടുക്കും. കാരണം നമുക്കത് വേറെ പൈസ വേണ്ട. കാരണം മോണിറ്ററി ബെനിഫിറ്റ്സ് അല്ല ഞങ്ങളുടെ ഇൻട്രസ്റ്റ്. അപ്പം ഇതിൻ്റെ പിന്നെ പോകുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ മ്യൂസിയത്തിൻ്റെ കാര്യം ഓൾറെഡി ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ സഹായിക്കുകയാണെങ്കിൽ അത് കാർലോയുടെ അമ്മ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ അവരുടെ ആ മ്യൂസിയത്തിൽ നമ്മൾ അവരുടെ പേര് കൊടുക്കും. ആ കാർലോയുടെ അവിടെ വ്യക്തമായിട്ട് ആ പേരുകൾ വ്യക്തമായിട്ട് നമ്മൾ ആ അക്കൗണ്ട്സ് കറക്റ്റ്, നമ്മൾ അക്കൗണ്ട് ത്രൂ ആയിട്ട് ആരെങ്കിലും ഡൊണേഷൻ ചെയ്ത കറക്റ്റ് കണക്ക് കൊടുക്കും. ആ രീതിയിൽ കാർലോയുടെ അമ്മ തന്നെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ വർഷവും നടത്തിയ കാര്യങ്ങളിലെല്ലാം നമുക്ക് ആളുകൾ ഗിഫ്റ്റ് ചെയ്യുന്ന പൈസയുണ്ട്. പിന്നെ എൻ്റെ ബുക്കുകൾ ഞാൻ പറഞ്ഞു 102 പുസ്തകങ്ങൾ എഴുതിയേക്കുന്നത്. ഇതിൻ്റെ റെന്യൂമറേഷൻ തന്നെ വരുന്നത് വെച്ച് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. കുറച്ച് 28 ഭാഷകളിൽ 45-48 ലക്ഷത്തോളം നല്ല റെമ്യൂണറേഷൻ കിട്ടും. അപ്പൊ അത് വെച്ചാണ് റിലിക് എക്സ്പോ നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് പെട്രോൾ ചാർജ് മാത്രമേ അതിന് മേടിക്കുള്ളൂ. ഈ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസച്ച് ഒരു 7 lakhs കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കൂടെ കൂട്ടി ഇപ്പം ബാക്കിയുള്ളത് ഓരോരുത്തരും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വ്യക്തമായിട്ട് അവരുടെ പേരും ഡീറ്റെയിൽസും നമ്മൾ അവിടെ കൊടുക്കുക തന്നെ ചെയ്യാം മ്യൂസിയത്തിൽ. അങ്ങനെയാണ് നമ്മളത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാർലോയുടെ അമ്മ അതിന് ആഗ്രഹം. അവിടെ നമ്മൾ കാർലോയുടെ ടൂംസ് ചെയ്ത സമയത്ത് ഈ അസോസിയേഷന് കാർലോയുടെ അമ്മയുടെ അങ്ങോട്ടുള്ള ഫണ്ട് അവർക്ക് വേറെ കിട്ടുന്നുണ്ട്. ഇന്ത്യൻ ഇതിൻ്റെ എല്ലാം നമ്മൾ തന്നെ സെപ്പറേറ്റ് കണ്ടെത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ കൂടെ ഒരു യുവജന നിര തന്നെയുണ്ട്. യുവജന നിര നമുക്ക് കാത്തലിക് ഒരു ആർമി ഉണ്ട്. അതായത് കാർലോ യൂക്കറിസ്റ്റിക് യൂത്ത് ആർമി എന്ന് പറയും. യൂക്കറിസ്റ്റിനെ തൊട്ട് കളിച്ച അവന്മാരിളകും. അത് വേറെ നമുക്കറിയാം, രാജാക്കന്മാരെ തൊട്ട് കഴിഞ്ഞാൽ ആർമി ഇളകുമല്ലോ. പരിശുദ്ധ കുർബാനയെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ യുവജനങ്ങളുണ്ട്. അവർക്ക് പരിശുദ്ധ കുർബാന അവരുടെ എല്ലാം. ആ ഒരു യുവതലമുറയെ ഞാൻ വാർത്തെടുത്തിട്ടുണ്ട്. അതായത് കാർലോ യൂക്കറിസ്റ്റിക് യൂത്ത് ആർമി എന്നാണ്. അതിന് നമ്മുടെ പിസവല്ല ജെറുസലേം പാത്രിയർക്കീസിന്റെ പ്രത്യേക ജെറുസലേം പാത്രിയർക്കീസ്, കാർഡിനൽ പിസവല്ല, നമ്മുടെ കാൽദായ പാത്രിയർക്കീസ്, ഇവരുടെ എല്ലാം സ്പെഷ്യൽ ആശീർവാദം. ഇവരുടെ സ്പെഷ്യൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ എല്ലാം ഡയസിസുകളിൽ അവരുടെ എല്ലാം ചർച്ചിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. ഇത് നമ്മൾ കേരളത്തിലുള്ള യുവജനങ്ങൾ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് കാർലോ യൂക്രിസ്റ്റിക് യൂത്ത് ആർമി എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഘടനയുണ്ട്. അത് കാർലോ യൂക്രിസ്റ്റിക് യൂത്ത് ആർമി. അതെങ്ങനെയാണ്? അതായത് വെർച്വൽ ആയിട്ടാണ്, വെർച്വൽ അസോസിയേഷൻ ആണ്. അതായത് വേൾഡ്സ് ഫസ്റ്റ് വെർച്വൽ അസോസിയേഷൻ ആണ് ഈ കാർലോ യൂക്രിസ്റ്റിക് യൂത്ത് ആർമി. അത് ഞാനാണ് സ്റ്റാർട്ട് ചെയ്തത് കാർലോയുടെ ഈ ഇൻസ്പിറേഷൻ ആയിട്ട്. അപ്പൊ അതിന് നമുക്കിപ്പം ബ്രസീലിലുണ്ട്, അർജന്റീനയിലുണ്ട്, പിന്നെ ഫിലിപ്പീൻസിൽ ഏറ്റവും കൂടുതൽ നമുക്കുള്ള മെമ്പേഴ്സുള്ള ഫിലിപ്പീൻസിലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ എവിടെയായിരുന്നാലും ആ സമയങ്ങളിൽ അവരുടെ സ്പിരിച്വൽ ആക്ടിവിറ്റീസിന് നമ്മളൊരു ആപ്പ് ഉണ്ട്. ആപ്പിനകത്ത് അവർക്ക് മെമ്പേഴ്സ് ആകാം. മെമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ ഇപ്പം ഇതിന്റെ റീഎഡിഷൻ നടന്നൊരു ഗ്യാപ്പിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ സ്പിരിച്വൽ നറിഷ്മെന്റ് എല്ലാം ആ ആപ്പിൻ്റെ അകത്ത് കൂടെ ഐഫോണിന് പറ്റിയതുണ്ട്, നോർമൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനും പറ്റിയ ആപ്പ് ഉണ്ട്. ഇതിനകത്ത് അവരുടെ സ്പിരിച്വൽ നറിഷ്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, മന്ത്ലി റിക്കളക്ഷൻസ്, ഈവൻ അവർക്കൊരു വിഷമം തോന്നുകയാണെങ്കിൽ ഓൺലൈൻ ഫ്രീ കൗൺസിലിംഗ് എങ്ങനെ അത്. പക്ഷെ ഇതോടൊപ്പം ഞാൻ പറഞ്ഞില്ലേ, അവർക്ക്
യൂക്രിസ്റ്റിനെ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ യൂത്ത് ഇളകുമെന്ന് പറഞ്ഞ കാരണം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നത് എന്തെങ്കിലും ഒരു പോസ്റ്റ് മീഡിയാസിലുണ്ടെങ്കിൽ അതിൻ്റെ 7 ഇരട്ടി ഈശോയെ പ്രൊജക്റ്റ് ചെയ്യുന്ന, ഈശോയാണ് എല്ലാം, ഈശോയാണ് രാജാവ് എന്നുള്ള രീതിയിൽ അവർ പ്രൊജക്ഷൻ ചെയ്യുന്ന ഒരു യുവതലമുറയെ വാർത്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഈ ഗ്രൂപ്പിനെ പറ്റി, അതായത് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയെ പറ്റി അധികം ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ഇതിനെപ്പറ്റി കുറച്ച് കൂടുതൽ അതിനെപ്പറ്റി ലിങ്കുകളോ അല്ലെങ്കിൽ അതിന്റെ QR അതായത് carlovvoice.com എന്ന് പറഞ്ഞ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, carlovvoice.com. ഇതിന്റെ അകത്ത് കയറി അവരുടെ അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്യുന്നത് carlovvoice.com. ഇങ്ങനെ പറഞ്ഞാൽ കാർലോയുടെ വോയിസ്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ മാഗസിൻ്റെ ടൈറ്റിൽ, കാർലോ വോയിസ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫെയ്ത്ത് എവിടെ ക്ഷയിക്കുമെന്ന് തോന്നുന്നു അവിടെ ഫെയ്ത്ത് വർദ്ധിപ്പിക്കാനുള്ള കാര്യമായിട്ട് കാർലോ യൂക്രിസ്റ്റിക് യൂത്ത് ആർമി വേൾഡ് വൈഡ് ആയിട്ടുണ്ട്. അതിനാണ് അന്ന് ഞാൻ പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ്, കാർലോയുടെ അമ്മ പറഞ്ഞപ്പോഴാണ് കാർലോ ബ്രദർ എന്ന് അട്രിബ്യൂട്ട് ചെയ്ത് ലെറ്റർ വിട്ടത്. കാരണം ഈ കാർലോയെ കുറിച്ച്, വിശുദ്ധ കാർലോ അതുപോലെ പ്രസാദി, 2 വിശുദ്ധന്മാരെയും കുറിച്ച് ധാരാളം, പ്രത്യേകിച്ച് വിശുദ്ധ കാർലോ കിറ്റിനെ കുറിച്ച് ധാരാളം യുവജനങ്ങൾ കേരളത്തിലും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം, അതുപോലെ തന്നെ പ്രായമായ ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷൻ, ഈ പറയുന്ന ചെറിയൊരു കൂട്ടായ്മയിൽ, വേൾഡ് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ അവർക്കും പങ്കുചേരാണെങ്കിൽ ഒരു വലിയ കാര്യമായിരിക്കും. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകൾ വരുത്തുന്നതാണ്. വെബ്സൈറ്റിൽ അവർക്ക് കോൺടാക്ട് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിൻ്റെ വേൾഡ് തലത്തിൽ ഞാൻ പറഞ്ഞാൽ അവർക്ക് എവിടെയായിരുന്നാലും അവർക്ക് സ്പിരിച്വൽ നറിഷ്മെൻറ്റിനുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ആ ആപ്സ് വഴി ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ആവശ്യമായി എന്ന് വെച്ചാൽ സ്ട്രെസ്സ്, എല്ലാവർക്കും നല്ല അത്യാവശ്യം ടെൻഷൻസ് ഉണ്ട്, വിഷമമുണ്ട്. അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും അവരെ കേൾക്കാൻ വേണം. ആ കേൾക്കാനുള്ള സാധ്യതകൾ ഇപ്പം ലേഡീസ് ആണെങ്കിൽ പ്രത്യേകം സിസ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള സിസ്റ്റേഴ്സിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ട നീഡ് നമ്മൾ ആ ഇതിലൂടെ കൊടുക്കും. ഞാനിങ്ങനെ കേട്ടിരുന്നു, ഇതിന്റെ ഈ കാർലോ ഫ്രസാത്തി അതുപോലെ വിശുദ്ധരുടെ, ഈ യങ് വിശുദ്ധരുടെ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് അച്ഛൻ പല കേരളത്തിലും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ പല ധ്യാനത്തിനും, ഏകദിന ധ്യാനത്തിനും ഇതുപോലെയുള്ള ഇതിനൊക്കെ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്, പോകാറുണ്ട്, ധ്യാനിപ്പിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റുന്ന ഒരു, ഞാൻ മെയിനായിട്ടും യൂത്ത് മിനിസ്ട്രിയാണ് ഫോക്കസ് ചെയ്യുന്നത്. യൂത്തിനുള്ള റിട്രീറ്റ്സ് ഇന്ത്യയിൽ മുഴുവൻ. ഞാനിപ്പോൾ 4 ഭാഷ കൈകാര്യം ചെയ്യും. 4 ഭാഷ, ഹിന്ദി, അതോടൊപ്പം തന്നെ മലയാളം, ഇംഗ്ലീഷ്, തെലുങ്ക്, ഇത് കൈകാര്യം ചെയ്യും. അപ്പോൾ ഇതിൽ റിട്രീറ്റ് ടോക്സ് കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ ഓർഗനൈസ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇടവക ധ്യാനങ്ങളെല്ലാം ഞാൻ സംഘടിപ്പിക്കാറുണ്ട്. അതിലെല്ലാം ഫോക്കസ് 2 രീതിയിൽ. ഞാൻ ഈ വിശുദ്ധരെ ബേസ് ചെയ്താണ് ടോക്ക് കൊടുക്കാറുള്ളത്. കാരണം കത്തോലിക്ക സഭയിൽ 3678 വിശുദ്ധരുണ്ട് മൊത്തം, നാമകരണ ചടങ്ങ് എല്ലാം പൂർത്തിയായവർ. അപ്പോൾ ഈ 3678 വിശുദ്ധരുടെയും ലൈഫിനെ പറ്റി ഗ്രാഹ്യമുള്ളത് കൊണ്ട് അവരെപ്പറ്റി വ്യക്തമായിട്ട് എൻ്റെ അതിനെ ഇനി ഇൻസ്പയർ ചെയ്ത എൻ്റെ പപ്പായും മമ്മിയാണ്. ചെറുപ്പം മുതൽ ഓരോ വിശുദ്ധരുടെ ലൈഫ് മേടിച്ച് നിന്ന് കാണാപ്പാടം പഠിപ്പിക്കുകയായിരുന്നു. എൻ്റെ അമ്മ കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചുപോയി. ഇവൻ്റെ അമ്മയുടെ കല്ലറയിൽ പോലും കാർലോയുടെ ഫോട്ടോ നമ്മൾ ആരോഗ്യം ചെയ്തിട്ടുണ്ട്, കാർലോയുടെ ബാക്ക്ഗ്രൗണ്ട്. കാരണം കാർലോയുടെ അമ്മയ്ക്കും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു എൻ്റെ ഫാമിലിയായിട്ട്, അമ്മയായിട്ടും പപ്പായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ വിളിക്കുകയും. അപ്പം എൻ്റെ അമ്മ മരിച്ച സമയത്ത് കാർലോയുടെ അമ്മ ഭയങ്കര വിഷമിച്ച്. അത് കഴിഞ്ഞപ്പോൾ കാർലോയുടെ അമ്മ അന്ന് എന്നെ വിളിച്ച് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, 365 ദിവസം കാർലോ മരിച്ചു കഴിഞ്ഞപ്പോൾ 365 ദിവസം അസീസിയിൽ കാർലോയുടെ അമ്മ കുർബാനയ്ക്ക് പൈസ ഏൽപ്പിച്ചു. അന്ന് തന്നെ കാർലോയുടെ അമ്മ പോയി. അന്ന് വയ്യാതെ പനിയായിരുന്നു കാർലോയുടെ അമ്മയ്ക്ക്, ഡിസംബർ 12 കഴിഞ്ഞ്. ആ 365 ദിവസത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കുർബാനയ്ക്ക് കാർലോയുടെ അമ്മ അവിടെ പൈസ കൊടുത്തു. എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു, നാളെ അച്ഛൻ്റെ അമ്മയും നമ്മുടെ കാർലോയെ പോലെ വിശുദ്ധയാണെന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമാണെന്ന് ഇങ്ങനെ സൂചിപ്പിച്ചു ആ സമയത്ത്. അപ്പോൾ ഈ ധ്യാനങ്ങൾ ഒത്തിരി അധികം ഞാൻ കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് നല്ലൊരു ടീമുണ്ട്. അതിന് എന്നെ കോർഡിനേറ്റ് ചെയ്യാൻ ഇപ്പം നമ്മുടെ കാർലോ അക്യൂറ്റീസിൻ്റെ ധ്യാനങ്ങൾ, കാർലോ റിട്രീറ്റ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഫാമിലി ബേസ്ഡ് റിട്രീറ്റ്സ് ഉണ്ട്. പിന്നെ മാരേജ് ബേസ്ഡ് റിട്രീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ മേഖലകളിൽ പ്രത്യേകിച്ച് ഞാൻ യങ്സ്റ്റേഴ്സിനെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം പിന്നെ മാതാപിതാക്കൾക്ക് എങ്ങനെ മക്കളെ വിശുദ്ധരാക്കാം എന്നുള്ളൊരു സ്പെഷ്യൽ റിട്രീറ്റ് ഞാൻ കൊടുക്കാറുണ്ട്. അത് കാർലോയുടെ അമ്മയുടെയും മറ്റുള്ള വിശുദ്ധരെയൊക്കെ ലൈഫ്, അവരുടെ പേരൻസിനെയൊക്കെ ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഒരു അജീഷ് പിന്നി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ വൈസ് പ്രസിഡന്റ്. ഒരു യങ്സ്റ്ററാണ്, 30 വയസ്സേ ഉള്ളൂ അദ്ദേഹം. ഈ യങ്സ്റ്റേഴ്സാണ് എൻ്റെ കൂടെ ഉള്ളത് ഈ മിനിസ്ട്രിക്കെല്ലാം, കാർലോ യൂക്രിസ്റ്റിക് യൂത്ത് ആർമിയുടെ മിനിസ്ട്രിയിൽ. ഈ കാർലോയെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇപ്പോൾ അച്ഛനിൽ കേട്ട കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും കണ്ണുള്ളി പോകണം. ഇത്ര ചെറിയ പ്രായത്തിൽ സ്പിരിച്വലി ഗിഫ്റ്റഡ് എന്ന് പറയുമ്പോൾ ധാരാളം സയൻസ് ഉണ്ടെങ്കിലും നമുക്കറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ജീവിച്ച സയൻസ് വളരെ കുറവാണ്. പ്രസാദി എന്ന് പറയുമ്പോൾ 1925 ആ കാലഘട്ടത്തിലാണ്. എങ്കിലും കാർലോ എന്ന് പറയുമ്പോൾ 2007 ആ കാലഘട്ടത്തിലുള്ള ഒരു സയൻസ് ആണല്ലോ. നമ്മൾ കുറച്ചും കൂടി അടുത്തൊരു റിലേഷൻഷിപ്പ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. മാത്രമല്ല എഫ്രൈം കുന്നപ്പള്ളി അച്ഛനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്.
അത്ര സ്പെഷ്യലായിട്ട് അറിയില്ല എങ്കിലും ഞാനും കുറച്ചാൾ സെമിനാരിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എഫ്രൈം കുന്നപ്പള്ളി അച്ഛൻ സെമിനാരിൽ ജൂനിയറായിട്ട് ജോയിൻ ചെയ്തൊരു സമയമായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്ന് കാലത്ത് എഫ്രൈം അച്ഛൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അച്ഛനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. ഇതുപോലെ ഇത്ര വലിയൊരു മഹത്തല കൃത്യങ്ങൾ കാർലോ വിശുദ്ധിന് വേണ്ടി മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒരു യൂത്തിന് വേണ്ടി, ഇന്നത്തെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു മെസ്സേജ് കൊടുത്ത് അച്ഛനെ അവസാനിപ്പിക്കാം. നമുക്ക് വിശുദ്ധരാകാൻ വേണ്ടി വിളി നമുക്ക് എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മളായിരിക്കുന്ന മേഖലകളിൽ. പക്ഷെ നമ്മൾ തന്നെ തീരുമാനിക്കുക നമ്മൾ വിശുദ്ധരാകണോ എന്ന്. നമ്മുടെ നാളെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. മാതാപിതാക്കന്മാരല്ല, സഹോദരങ്ങളല്ല, ബന്ധുമിത്രാദികളല്ല, നമ്മുടെ അധ്യാപകരല്ല. നമ്മുടെ നാളെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നാളെ വിശുദ്ധരാകാൻ നാം തയ്യാറാണ് എന്ന് തീരുമാനമെടുക്കുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ, അഡിക്ഷനൊക്കെ, പല അഡിക്ഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിക്കരുത്. അവിടെയാണ് നമ്മുടെ ജീവിതം ആരംഭിക്കേണ്ടത്. ബാർത്തലോലോങ്കോ ഈ 2025 ഒക്ടോബർ 19 വിശുദ്ധനാകുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്ന, അദ്ദേഹം സൂസൈഡ് ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരുന്ന വ്യക്തിയാണ്. നീണ്ട 20 വർഷത്തോളം പിശാചിനെ സേവിച്ച് പിശാച് ആരാധകനായ പുരോഹിതൻ. അപ്പോൾ അദ്ദേഹം ചൗത്താൻ ആരാധക സഭയ്ക്ക് വേണ്ടി വൈദികരെ വാഴിക്കാനുള്ള അധികാരം വരെയുള്ള ഒരു വ്യക്തിയായിരുന്നു ചൗത്താൻ ആരാധന സഭയിൽ. അദ്ദേഹം നീണ്ട ശുശ്രൂഷകൾ, പിശാചിനെ ശുശ്രൂഷിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സൂസൈഡ് ടെൻഡൻസി കൂടുതലായിരുന്നു. പക്ഷേ അദ്ദേഹം പോലും ആശ്രയം കണ്ടെത്തിയത്, ഞാൻ പറഞ്ഞ നാളെ തീരുമാനിക്കുക ഞാനും നിങ്ങളുമാണ്. നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് നമ്മുടെ നാളെ. അപ്പം ആ നാളെ തീരുമാനിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അവിടെ അവസാനമല്ല, അതെല്ലാത്തിൻ്റെയും ആരംഭമാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെന്ന് ചേരേണ്ടത് ഒരു കുമ്പസാരത്തിലേക്കാണ്. നല്ല കുമ്പസാരം നമുക്ക് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. നമ്മൾ എന്ത് സാഹചര്യങ്ങളിലൂടെ, വിഷമഘട്ടങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം അവസാനം ആത്മഹത്യയോ ജീവിതം അവസാനമൊന്ന് കരുതരുത്. നാളെ ആരംഭിക്കുകയാണ് അവിടെ നമ്മൾ ആരംഭിക്കേണ്ടത് കുമ്പസാരക്കൂട്ടിലാണ് എന്നൊരു സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. കാർലോയും പിയർ ജിയാർജോ ഫ്രസാത്തിയും അവരുടെ ജീവിതത്തെ നവീകരിച്ചുകൊണ്ടിരുന്നത് കുമ്പസാരക്കൂട്ടിലാണ്. കാർലോയുടെ ജീവിതത്തിൽ കാർലോ ഒരു ഫുഡിയായിരുന്നു. ഏറ്റവും കൂടുതൽ ഫുഡിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ന്യൂട്ടല കഴിച്ച് ഭയങ്കരധികം തടി വെച്ചു. അവന് ന്യൂട്ടല എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസാണ്. എപ്പോഴും ന്യൂട്ടല കഴിച്ചുകൊണ്ടിരിക്കും. രാവിലെയും ബ്രെഡിനും ന്യൂട്ടല, ഉച്ചയ്ക്കും ബ്രെഡിനും ന്യൂട്ടല, വൈകിട്ടും ന്യൂട്ടല. ഇങ്ങനെ കഴിച്ച് ഞാൻ നല്ല തടിയനായി തീർന്നു. അവൻ്റെ കുമ്പസാരത്തിൽ എപ്പോഴും ചെന്ന് അവൻ്റെ കുമ്പസാരത്തിന് അച്ഛനോട് പറഞ്ഞിരുന്നു, ഞാൻ എപ്പോഴും ന്യൂട്ടല കഴിക്കും, അതെൻ്റെ മാറ്റാൻ പറ്റുന്നില്ലാത്തൊരു അഡിക്ഷനാണ് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്ക് എന്തുകൊണ്ടാകും നമ്മുടെ ജീവിതത്തെ നവീകരിക്കേണ്ടത് കുമ്പസാരമാണ്. ആ കുമ്പസാരത്തിലൂടെ നവീകരിച്ച് ഈശോയിലേക്ക് എത്താനുള്ള ഒരു പ്രേരണയാണ് ഈ വിശുദ്ധരെ നൽകുന്നത്. ഇവരിൽ അവസാനിക്കരുത്. കാർലോ പറയുന്നൊരു വാക്കുണ്ട്, നോട്ട് മീ ബട്ട് ഗോഡ്. അത് അവൻ എപ്പോഴും മറ്റുള്ളവരും ഈ നമ്മുടെ രാജേഷ് മോഹനെ ക്രിസ്ത്യാനിയാക്കിയതിന് ശേഷം അപ്പോൾ അവൻ്റെ അമ്മയും അപ്പനെയൊക്കെ പൊക്കിയടിക്കുക. അപ്പോൾ ആ സമയത്ത് അവൻ പറഞ്ഞ നോട്ട് മീ ബട്ട് ഗോഡ്. ഇതായിരിക്കും എപ്പോഴും എൻ്റെ നിങ്ങളിലേക്ക് ആപ്തവാക്യം. നമുക്ക് കിട്ടുന്ന ഓരോ മഹത്വവും ദൈവത്തിനുള്ളതാണ്, നമ്മുടെ അല്ലത. നമ്മുടെ ഈ ജീവിതം ദൈവത്തിന് ദാനമാണെന്നുള്ളൊരു സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം. നമ്മുടെ ജീവിതം ഒരിടത്തും അവസാനിക്കുന്നില്ല, എല്ലാം ആരംഭമാണ്. ആരംഭിക്കേണ്ടത് കുമ്പസാരക്കൂടിലൂടെ പരിശുദ്ധ കുർബാനയിലായിരിക്കണം നമ്മുടെ ജീവിതം അവസാനിക്കേണ്ടതെന്നൊരു സന്ദേശമാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. എല്ലാവർക്കും കാർലോയുടെ തിരുനാളിൻ്റെ മംഗളങ്ങളും. കാരണം വിശുദ്ധനായി കഴിഞ്ഞുള്ള ആദ്യ തിരുനാളാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ് ഈ മില്ലേനിയൽസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ. ഹൃദയനിതം ഷെക്കീന ചാനലിനും എൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു.